ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ SSC എക്സാംസിന് അതുപോലെ തന്നെ കേരള PSC എക്സാമിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഇഡിയംസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇഡിയംസ് എന്നൊക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ്. ആൻഡ് വെറുതെ അങ്ങ് ഇഡിയംസ് പഠിച്ചു പോകാതെ ചെറിയൊരു ട്രിക്കും കൂടെ നമുക്ക് പഠിക്കാം. അതായത് നമുക്കിത് ബൈ ഹാർട്ടായിട്ട് അല്ലെങ്കിൽ എപ്പോഴും നമുക്കിത് ഓർത്തിരിക്കണം. നമുക്ക് പിന്നെയും പഠിച്ച സാധനം എഫേർട്ട് എടുത്ത് പിന്നെയും പഠിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ എത്താതെ നമ്മൾ മാക്സിമം പഠിക്കുന്നത് നന്നായിട്ട് പഠിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇഡിയംസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ഇഡിയംസ് ഇപ്പോൾ ഈ കാണുന്ന ഫോമിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഇതിനൊരു പിന്നിലൊരു കഥയുണ്ട്. മിക്ക ഇഡിയംസിനും ചിലർക്ക് കറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റിയലായിട്ട് നടന്ന കാര്യങ്ങളായിരിക്കാം, അതും അല്ലെങ്കിൽ ചില ഫോക്ക് സ്റ്റോറീസിൽ നിന്നൊക്കെ ഇൻസ്പയർ ആയ കാര്യങ്ങളായിരിക്കാം. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് ആ ഒരു ഒറിജിൻ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും എളുപ്പമാണ്. കാരണം ഒരു സ്റ്റോറി പോലെ, നമ്മളൊരു കഥ പോലെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈ പറയുന്ന ഇഡിയംസ് നമ്മൾ മറന്നു പോകത്തില്ല. അപ്പം നമ്മളോട് ഇനി ചോദിക്കൊന്നുമില്ല, ഇപ്പം ഇനി വരുന്ന എക്സാംസിൽ നമ്മളോട് അങ്ങനെ ചോദിക്കാറില്ല ഈ ഒരു ഇഡിയത്തിന്റെ ഒറിജിൻ എന്താണെന്ന്. പക്ഷെ നമ്മൾ എന്തിനാ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാ ഇത് അറിഞ്ഞിരിക്കുന്നത്, നമുക്ക് കുറച്ചുകൂടിയും ഈസി ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഏതായാലും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ ഇഡിയം അത്യാവശ്യം എക്സാംസിനൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ഇഡിയമാണ് ബൈറ്റ് ദ ബുള്ളറ്റ്. ബൈറ്റ് ദ ബുള്ളറ്റ്, ബൈറ്റ് ദ ബുള്ളറ്റ്. ഇത് അത്യാവശ്യം നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുമ്പോൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇഡിയം കൂടെയാണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്, ബൈറ്റ് ദ ബുള്ളറ്റ്. അതിന്റെ മീനിങ് നമുക്ക് ആദ്യം നോക്കാം. എൻഡ്യൂർ പെയിൻ ഓർ ഹാർഡ്ഷിപ്പ് ബ്രേവ്ലി. അതായത് ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു അൺപ്ലസന്റ് ആയിട്ടൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ വേദന സഹിക്കുന്നു. ഇതൊക്കെയാണ് ഈ പറയുന്ന ബൈറ്റ് ദ ബുള്ളറ്റിന്റെ മീനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഒറിജിൻ വരുന്നത് വളരെ പണ്ട് കാലത്ത് ഉള്ളൊരു സ്റ്റോറി, അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇതിന്റെ ഒറിജിൻ വരുന്നത്. അതായത് പണ്ട് കാലത്ത് ഈ അനസ്തേഷ്യ ഒന്നും അത്ര കോമൺ അല്ലായിരുന്നു, അല്ലെ? ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സർജറി ഒക്കെ പെർഫോം ചെയ്യണമെങ്കിൽ ആദ്യം അനസ്തേഷ്യ കൊടുക്കും. അപ്പോൾ പേഷ്യന്റിന് ആ ഒരു പെയിൻ ഒന്നും ഇല്ലാതെ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? പക്ഷെ പണ്ട് കാലത്ത് ഇതത്ര കോമൺ അല്ലായിരുന്നു. അത് മാത്രമല്ല, ഈ വാർഫീൽഡിലൊക്കെ പോകുന്ന സോൾജേഴ്സിനൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഈ അനസ്തേഷ്യ ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സർജറി ഒക്കെ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ഭയങ്കര കുറവായിരുന്നു. അപ്പൊ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഇവർക്ക് ആ ഒരു വേദന സഹിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു ബുള്ളറ്റ് പീസ് കൊടുക്കും. ആൻഡ് ഈ ബുള്ളറ്റ് ഇവരിങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ത്രൂ ഔട്ട് ദ സർജറി അവർ ആ ഒരു പെയിൻ ഫുള്ള് അങ്ങ് സഹിക്കും. അപ്പം അങ്ങനെയാണ് ഈ ബുള്ളറ്റ് ബൈറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പെയിനിലൂടെ, അല്ലെങ്കിൽ ആ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. നമ്മൾ മലയാളത്തിൽ പറയും കടിച്ചമർത്തി എന്നൊക്കെ പറയില്ലേ, വേദന കടിച്ചമർത്തി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതിൽ നിന്ന് വന്നെന്ന് പറയപ്പെടുന്നു കേട്ടോ. സോ ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ വിഷമകരമായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരു അൺപ്ലസന്റ് സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നു എന്നാണ് ഇതിന്റെ മീനിങ്. ഞാൻ ഒരു എക്സാമ്പിൾ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പിന്നീട് നോക്കാവുന്നതാണ്. ആൻഡ് അടുത്ത് നമുക്ക് നോക്കാം ബ്രേക്ക് ദ ഐസ്. ബ്രേക്ക് ദ ഐസ് അത്യാവശ്യം കോമൺ ആണല്ലേ. പലപ്പോഴും നമ്മൾ ഈ പുതിയ ഏതെങ്കിലും സിറ്റുവേഷൻ അല്ലെങ്കിൽ പുതിയൊരു ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ മിക്കപ്പോഴും, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് സെഷൻസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസ് ബ്രേക്കിംഗ് സെഷൻസ് കാണും. ഐസ് ബ്രേക്കിംഗ് സെഷൻസ്. അപ്പൊ എന്താണ് ഈ ഐസ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത്? അതായത് ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഐസ് ബ്രേക്കിംഗ് സെഷൻസ് വെക്കുന്നത് അവിടെയുള്ള ആളുകൾ തമ്മിൽ പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശമ്മലൊന്നും ഇല്ലാണ്ട് ആ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഇപ്പൊ ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യുന്നു. നമുക്ക് തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുകയാണ്, കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചേഴ്സ് ആണ്, എല്ലാവരും ആർക്കും പരസ്പരം അറിയൊന്നുമില്ല. അപ്പൊ ആദ്യമായിട്ട് നമ്മളൊരു ക്ലാസ്സിൽ ചെല്ലുന്നു. ഓക്കെ, ഒരു ക്ലാസ്സിൽ പോകുന്നു, നമുക്ക് പരസ്പരം ആരെയും അറിയില്ല. അപ്പൊ നമ്മൾ നോർമലായിട്ട് ചെന്നിട്ട് മിണ്ടാനായിട്ടുള്ളൊരു ചമ്മലൊക്കെ പലർക്കും കാണും, അല്ലെങ്കിൽ എന്ത് ചോദിക്കണം, കുറച്ചൊരു നമ്മൾ സൈലന്റ് ആയിട്ടൊക്കെ നിൽക്കും. അപ്പൊ ആ ഒരു ചമ്മൽ മാറ്റാനായിട്ട് ഒരു ടീച്ചർ വരുന്നു. ടീച്ചർ വന്നിട്ട് സംസാരിക്കുകയാണ്. ആൻഡ് കുറച്ചുകൂടെയും ഇവരെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ഗെയിമോ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നു. അപ്പൊ കുറച്ചുകൂടി എല്ലാവരും തമ്മിൽ ഒന്ന് മിങ്കിൾ ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടും. ആൻഡ് അവർക്കിടയിലുള്ള ഐസ് എന്ന് പറയുമ്പോൾ ആ ഒരു ചമ്മലൊക്കെയാണ് കേട്ടോ ഇവിടെ മീൻ ചെയ്യുന്നത്. ആ ഐസ് അങ്ങനെ മെൽറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പുതിയൊരു സിറ്റുവേഷനിൽ ഒരു കോൺവെർസേഷൻ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ബ്രേക്ക് ദ ഐസ്, അല്ലെങ്കിൽ ആ ഒരു ഇവർക്ക് ഉള്ള ആ ഒരു ചമ്മലൊക്കെ അങ്ങ് ബ്രേക്ക് ചെയ്യിക്കുന്നു.
എന്നൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇതിന് പിന്നിലെ കഥ എന്ന് പറഞ്ഞാൽ ഈ വലിയ ഷിപ്പിനൊക്കെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ഷിപ്പ് പോകും. അതായത് ഈ ഷിപ്പിന് പോകാനായിട്ട് ആ ഒരു പാത്ത് ക്ലിയർ ചെയ്യാണ്, അതായത് ഐസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് സോ അവർക്ക് സ്മൂത്ത് ആയിട്ട് പോകാം. ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ബ്രേക്ക് ദ ഐസ് വന്നതെന്ന് പറയപ്പെടുന്നു. ആൻഡ് നമ്മളിപ്പോൾ പറയുന്ന ഒറിജിൻ ഉണ്ടല്ലോ, ചില ഇഡിയത്തിന് ഒരുപാട് ഒറിജിൻസ് കാണും, 3-4 ഒറിജിൻ ഒക്കെ പറയപ്പെടുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നമുക്കൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഈ 2 ഇഡിയംസും ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. സ്പിൽ ദ ബീൻസ്. സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ റിവീൽ എ സീക്രട്ട്. ഒരു നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ പറയരുത് കേട്ടോ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം നമ്മൾ അറിയാണ്ട് അവരോട് പറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ആരുടെയും നമ്മളെ വായിൽ അബദ്ധത്തിൽ ചാടുന്നു എന്നൊക്കെ പറയില്ലേ, അബദ്ധത്തിൽ പോയതാണ് അല്ലെങ്കിൽ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെന്ന് നമ്മൾ പറയില്ലേ. യെസ്, അതിനാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത്. സ്പിൽ ദ ബീൻസ്. സോ സ്പിൽ ദ ബീൻസ് മീൻസ് റിവീൽ എ സീക്രട്ട്. ഇതിന്റെ പിന്നിലെ കഥയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പണ്ട് കാലത്ത് ഈ ചില ട്രൈബുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഈ എലക്ഷൻ നമ്മുടെ ഇപ്പോഴത്തെ എലക്ഷൻ പോലെയല്ല, ഒരു ചെറിയൊരു അവിടുത്തെ ഒരു പ്രതിനിധിയൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കളറിലുള്ള ബീൻസ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കളർ വെച്ചിട്ടാണ് എല്ലാവരും വോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതൊരു ജാറിലൊക്കെ, ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ജാറിലൊക്കെ വെക്കും. ആൻഡ് ഇത് അബദ്ധത്തിൽ എങ്ങാനും കൈതട്ടി താഴെ വീഴുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ആരാണ് ജയിക്കുന്നത് ആരാണ് തോറ്റത് മനസ്സിലാവില്ലേ. അങ്ങനെ അതിൽ നിന്നാണ് അപ്പം അവരുടെ ഒരു സീക്രട്ട് റിവീൽ ആകുന്നു, ബീൻസ് ആയി റിവീൽ ആകുന്നു എന്നൊരു ഇതിൽ നിന്നാണ് സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്ന ഒരു ഇഡിയം വന്നത്. റിവീൽ ഈ സീക്രട്ട്, എന്തെങ്കിലും ഒരു സീക്രട്ട് നമ്മൾ അതിൽ റിവീൽ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഇതിനും സിമിലർ ആയിട്ടുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. ആക്സിഡന്റലി റിവീൽ ഈ സീക്രട്ട്. അബദ്ധത്തില് നമ്മൾ അറിയാതെ ഒരു സീക്രട്ട് പറഞ്ഞു പോകുന്നു. ആക്സിഡന്റലി റിവീൽ എ സീക്രട്ട്. ഇതിന് പിന്നിലും ഒരു കഥയുണ്ട്. യെസ്, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറിയാണേ. ഇതിന്റെ പിന്നിലെ കഥ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നടന്നിരുന്ന ഒരു സ്കാമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്ന ഇഡിയം. ആൻഡ് ഇത് ഇത്രയേ ഉള്ളൂ. അതായത് പണ്ട് കാലത്ത് ഈ ചെറിയ ചെറിയ മാർക്കറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യും, കുറച്ച് ദിവസത്തേക്ക് കഴിഞ്ഞിട്ട് ചില മാർക്കറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യും. ആൻഡ് ഈ മാർക്കറ്റിൽ ആളുകൾ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കും, ദൂരെ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില മാർക്കറ്റിലൊക്കെ കുഞ്ഞു കുഞ്ഞു ആനിമൽസിനെയൊക്കെ സെല് ചെയ്യും. ചില ആനിമൽസിനെയൊക്കെ സെല് ചെയ്യും, പെറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് വളർത്താനൊക്കെ ആയിട്ടുള്ള ആനിമൽസിനെ അവർ സെല് ചെയ്യും. ആൻഡ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഈ ആളുകൾ വന്നിട്ട് പിഗ്ലെറ്റ്സിനെ വാങ്ങിക്കും. പിഗ്ലെറ്റ്സ്, നല്ല കുഞ്ഞു പന്നിക്കുട്ടികളെ വാങ്ങിക്കും. അപ്പോൾ കാണിക്കുമ്പോൾ ഈ കച്ചവടക്കാർ കാണിക്കുമ്പോൾ നല്ല പിഗ്ലെറ്റ്സിനെ കാണിക്കുമ്പോൾ അതിന് അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെയാണ്. നല്ല പിഗ്ലെറ്റ്സിനെയൊക്കെ കാണിച്ചിട്ട് ഇവർ പാക്ക് ചെയ്ത് വിടുന്നത്. പാക്ക് ചെയ്തെന്ന് വെച്ചാൽ ഒരു ചാക്ക് പോലത്തെ ഒരു മെറ്റീരിയലിൽ ഇവർക്കുള്ള അത്യാവശ്യം ഫുഡും പിന്നെ കുറച്ച് ബ്രീത്ത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വിടും. അങ്ങനെ ഈ വാങ്ങിക്കാൻ വരുന്നവർ മാറുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പന്നിക്കുട്ടികൾക്ക് പകരം ചീപ്പായിട്ടുള്ള പൂച്ചക്കുട്ടികളെ വെക്കും. അതായത് അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത പൂച്ചക്കുട്ടികളെ വെക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇവരതൊന്നും അറിയുന്നില്ല, ഇവർ നല്ല റേറ്റും കൊടുത്ത് ഇവരങ്ങ് പോകുന്നു. കുറേ ദൂരം പോയി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഈ മറ്റേ പൂച്ച എന്തെങ്കിലും ആ ചാക്കി പോലത്തെ ആ ഒരു മെറ്റീരിയലിൽ നിന്ന് പുറത്ത് ചാടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് കേൾപ്പിക്കുമ്പോഴായിരിക്കും ഇവരെ പറ്റിച്ചാന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ കച്ചവടക്കാർ സീക്രട്ട് ആയിട്ട് വെച്ച കാര്യം ഈ പൂച്ച പുറത്ത് ചാടിയപ്പോൾ പുറത്തായി. അങ്ങനെയാണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്ന ഒരു ഇഡിയം വന്നതെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കഥകളൊക്കെ എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, പക്ഷേ നമുക്ക് പഠിക്കാനായിട്ട് ഇതൊക്കെ എളുപ്പമാണ്. ഓക്കെ, സോ ആക്സിഡന്റലി റിവീൽ എ സീക്രട്ട്. അപ്പൊ ഇത് രണ്ടും സിമിലർ ആയിട്ടുള്ള മീനിങ്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മളോട് ചോദിച്ചിട്ട് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാം നമ്മളോട് പലപ്പോഴായിട്ട് പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് കിക്ക് ദ ബക്കറ്റ്. കിക്ക് ദ ബക്കറ്റ് എന്ന് പറഞ്ഞാൽ മരിക്കുക, എന്തെങ്കിലും കാര്യം ഇല്ലാതാകുക എന്നൊരു മീനിങ്ങോട് വരും. ടു ഡൈ എന്ന് മാത്രം നമ്മൾ എടുക്കില്ല, പക്ഷേ ടു ഡൈ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നശിച്ചു പോകുന്നു അല്ലെങ്കിൽ ഇല്ലാതാകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ കിക്ക് ദ ബക്കറ്റിന് വേണ്ടി പറയുന്നത്. ആൻഡ് കിക്ക് ദ ബക്കറ്റ് ഇതിന് പിന്നിൽ കഥയെന്ന് വെച്ചാൽ കഥയായിട്ടല്ല, ഈ പണ്ട് കാലത്ത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ചില ആളുകൾ സൂയിസൈഡ് ചെയ്യുമല്ലോ. അപ്പൊ സൂയിസൈഡ് ചെയ്യുമ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സൂയിസൈഡ് വിക്ടിംസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ് ഒരു വലിയൊരു ബക്കറ്റ് പോലെ അല്ലെങ്കിൽ ഒരു വലിയൊരു കണ്ടെയ്നറിന്റെ മുകളിൽ കയറി നിന്നിട്ട്
അവരിങ്ങനെ കുരുക്കൊക്കെ മുറുക്കി ആ ഒരു ബക്കറ്റ് ഇങ്ങനെ കിക്ക് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് ശ്വാസം കിട്ടാണ്ട് ഇവർ മരിച്ചു. അപ്പൊ ബക്കറ്റ് കിക്ക് ചെയ്തിട്ട് ഇവർ മരിക്കുന്നു അല്ലെ. അതിൽ നിന്ന് കിക്ക് ദ ബക്കറ്റ് ആൻഡ് ഡൈ എന്നൊരു സംഭവം വന്നു, എന്നൊരു ഇഡിയം വന്നു. സോ കിക്ക് ദ ബക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടു ഡൈ. ഓക്കെ. ആൻഡ് അടുത്തത് ടേൺ എ ബ്ലൈൻഡ് ഐ. ടേൺ എ ബ്ലൈൻഡ് ഐ. ഇതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. ഇത് റിയൽ ആയിട്ട് നടന്ന ഒരു കഥയാണെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് നോക്കാം. അഡ്മിറൽ ഹൊറേഷ്യോ നെൽസൺ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന് വാർഫീൽഡിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു കണ്ണിന് കാഴ്ചയൊക്കെ പോയതാണ്. ആൻഡ് പാർഷ്യലി ബ്ലൈൻഡ് ആണ് ഇദ്ദേഹം. അങ്ങനെ ഇദ്ദേഹത്തിന് പിന്നെ വാർഫീൽഡിലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഇദ്ദേഹത്തിന് വെച്ചിരുന്നത്, പിന്നീട് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് സിഗ്നൽസ് പാസ് ചെയ്യും. അതായത് സോൾജേഴ്സിന് വേണ്ടിയിട്ട് സിഗ്നൽസ് പാസ് ചെയ്യും. ടെലിസ്കോപ്പിലൂടെ നോക്കി ഇദ്ദേഹം സിഗ്നൽസ് പാസ് ചെയ്യും. ആൻഡ് ഒരിക്കൽ ഡാനിഷ് ഷിപ്സുമായിട്ട് ഫൈറ്റ് നടക്കുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു സിഗ്നൽ കിട്ടി, ഇനി മതി, നിർത്തിക്കോ, തിരിച്ചു പോരെ. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം ആ സിഗ്നല് പാസ് ചെയ്തില്ല. അപ്പോൾ മറ്റൊരു ഫുള്ള് ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ നിങ്ങൾക്ക് സിഗ്നൽ തന്നല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അത് കേട്ടില്ല? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സിഗ്നൽ ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് ഈ ഹൊറേഷ്യോ നെൽസൺ പറയുന്നത്, പക്ഷെ ഞാനത് വിട്ടുപോയി, ഞാൻ എൻ്റെ ബ്ലൈൻഡ് ആയിട്ടുള്ള കണ്ണിക്കൂടെ, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ആ കണ്ണിക്കൂടെയായിരുന്നു ഞാൻ സിഗ്നൽ നോക്കിയത്, ഞാനത് ഓർത്തില്ല, എനിക്ക് സിഗ്നൽ ഒന്നും കിട്ടിയില്ല എന്ന്. അപ്പം അത് കള്ളത്തരമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പിന്നീട് അവിടെ ഫുൾ അത് സ്പ്രെഡായി. പിന്നീട് വരുന്ന ആളുകളൊക്കെ അത് പറഞ്ഞ് നടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു ടേൺ എ ബ്ലൈൻഡ് ഐ എന്ന് പറയുന്ന ഒരു ഇഡിയം വന്നതെന്ന് പറയപ്പെടുന്നു. ഓക്കെ. സോ ടേൺ എ ബ്ലൈൻഡ് ഐ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കണ്ടില്ല എന്ന് നടിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഗ്നോർ ചെയ്യുന്നു. പേർപ്പസ്ഫുള്ളി നമ്മൾ എന്തെങ്കിലും കാര്യം അവോയ്ഡ് ചെയ്യുകയോ ഇഗ്നോർ ചെയ്യുകയോ ചെയ്യുന്നതിന് നമ്മൾ ടേൺ എ ബ്ലൈൻഡ് ഐ എന്ന് പറയും. എന്തെങ്കിലും കാര്യമാകാം, എന്ത് കാര്യം വേണമെങ്കിലും ആകാം, അത് പേർപ്പസ്ഫുള്ളി നമ്മൾ വേണ്ട എന്ന് വെക്കുന്നു, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുന്നു, അതുമല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നു. ഓക്കെ, അതിന് ടേൺ എ ബ്ലൈൻഡ് ഐ എന്ന് പറയും. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. സോ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് നോക്കിയാൽ, നമുക്കിപ്പോൾ ഒരു ഭയങ്കരമായിട്ട് മഴയത്ത് മഴ വന്നു, വെള്ളം പൊങ്ങി, ഒരു പ്രളയം പോലെയൊക്കെ അത്ര മഴ വന്നു കഴിയുമ്പോഴാണ് പെറ്റ്സ് ഒക്കെ ഒഴുകി പോകുന്നത് അല്ലേ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഓർത്താൽ മതി. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയ്ക്ക് മഴയായിരിക്കും, എക്സ്ട്രീം റെയിൻ അല്ലെങ്കിൽ ഹെവി റെയിൻ ആയിരിക്കും. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ ഓർത്താൽ മതി, ഹെവി റെയിൻ. ആൻഡ് കോഡ് റെഡ് ഹാൻഡഡ്. ഇത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. കോഡ് റെഡ് ഹാൻഡഡ് നമ്മൾ മലയാളത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസും കൂടെയാണ്. അതായത് എന്താണ്? കയ്യോടെ പിടിച്ചു, അല്ലെങ്കിൽ കയ്യോടെ പിടികൂടി എന്നൊക്കെ പറയില്ലേ. അതായത് വിത്ത് എവിഡൻസ് നമ്മളെ എന്തെങ്കിലും ഒരു തെഫ്റ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളത്തിന് നമ്മൾ ചെയ്യുന്നു, എവിഡൻസോടുകൂടി തന്നെ നമ്മളെ പിടിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ പിടിക്കുന്നു അല്ലേ. യെസ്. സോ കോഡ് റെഡ് ഹാൻഡഡ് എന്ന് വെച്ചാൽ കോഡ് ഇൻ ദ ആക്ട് ഓഫ് ഡൂയിങ് സംതിങ് റോങ്. ദാറ്റ് മീൻസ് ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് ഈ പറയുന്ന ഒരു യൂറോപ്യൻ കൺട്രീസിൽ ഒരു ലോ വന്നു, നമുക്ക് മീറ്റിനായിട്ട് സ്വന്തമായി നമ്മൾ വളർത്തുന്ന ആനിമൽസിനെ മാത്രമേ കിൽ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, മറ്റൊരാളുടെ എടുക്കാൻ പറ്റില്ല എന്നൊരു ലോ വന്നു. അപ്പോൾ ഇതിന് ചില ആൾക്കാർ എന്ത് ചെയ്തു? ആരും കാണാതെ രാത്രിയൊക്കെ പോയി നെയ്ബേഴ്സിൻ്റെ ഒക്കെ പിടിച്ച് അത് കുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മീറ്റിനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഈ ഒരു ക്രൈം നടക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു പ്ലേറ്റിൽ ഇതിങ്ങനെ കുക്കായിട്ടിരിക്കുമ്പോൾ ഇത് ആരുടെയാന്ന് പറയാൻ പറ്റില്ല അല്ലേ. പക്ഷെ എന്ത് ചെയ്യാം? ഈ ഒരു ആക്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ആനിമൽസും ഒക്കെ ആയിട്ട് പോകുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ കൊന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ ഇവരുടെ ദേഹത്തൊക്കെ ചോരയൊക്കെ തെറിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ബ്ലഡ് സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി അല്ലെങ്കിൽ നമുക്ക് ആ ടൈമിൽ കണ്ടു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റും അല്ലേ. സോ റെഡ് ഹാൻഡഡ് എന്ന് പറയുന്നത് ബ്ലഡ് സ്റ്റെയിൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ബ്ലഡ് സ്റ്റെയിൻസോട് കൂടിയുള്ള കൈകൾ കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇവരെ പിടിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ കയ്യോടെ പൊക്കി എന്ന മീനിങ് ആണ് ഇതിന് വരുന്നത്. ആൻഡ് അടുത്തത് ഗോ ദ ഹോൾ 9 yards. ഗോ ദ ഹോൾ 9 yards എന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്ക് പറ്റുന്നതിന്റെ മാക്സിമം, അതായത് ഇപ്പം ഒരു എക്സാമിനെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറയുന്നു, നമുക്ക് പറ്റുന്നതിന്റെ മാക്സിമം ഇടുക, അല്ലെങ്കിൽ മാക്സിമം എഫേർട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടുന്നു. നമുക്ക്
എത്രത്തോളം പറ്റുമോ, അല്ലെങ്കിൽ പറ്റുന്നതിന്റെ മാക്സിമം, നമുക്ക് എല്ലാവർക്കും ഒരു മാക്സിമം നമുക്ക് പറയാം എനിക്ക് ഇത്രേ പറ്റുള്ളൂ, അല്ല, അല്ലെങ്കിൽ എത്രത്തോളം പറ്റും, അല്ലെ, ഇത്ര കാലിബറേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പറയും ഇത്രയും എനിക്ക് പറ്റാവുന്നതിനും അധികം ഞാൻ ചെയ്തു. ആ ഒരു മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യുന്നതിനാണ് ഗോ ദ ഹോൾ 9 yards എന്ന് പറയുന്നത്. അടുത്തത് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ. ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ, ഇവിടെ നൈറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? യെസ്, അതായത് വർക്ക് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്, അതായത് രാത്രി വൈകിയും ജോലി ചെയ്യുന്നു എന്ന മീനിങ് ആണ് ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ആളുകൾ കൂടുതൽ ഓയിൽ ലാംപ്സിനെയായിരുന്നു ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് പകലൊക്കെ വെളിച്ചമുള്ളതുകൊണ്ട് ഈ ഓയിൽ ലാംപ്സ് അത്ര ആവശ്യം വരുന്നില്ല. പക്ഷെ രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും ജോലികളിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ ഇവർക്ക് ഓയിൽ ലാംപ്സ് ഉപയോഗിക്കേണ്ടി വരും. സോ രാത്രി ഓയിൽ ലാംപ്സ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ ലാമ്പ് ഉപയോഗിച്ച്, ഓയിൽ ഉപയോഗിച്ച് ഓയിൽ സ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നു, ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതിനാണ് ഈ പറയുന്ന ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അടുത്തത് ത്രോ ഇൻ ദ ടവൽ. ത്രോ ഇൻ ദ ടവൽ എന്ന് പറഞ്ഞാൽ ഗിവ് അപ്പ്, അല്ലെങ്കിൽ നിർത്തിക്കോ, ഇത്രയും മതി എന്ന മീനിങ് ആണ് ത്രോ ഇൻ ദ ടവലിന് വരുന്നത്. ത്രോ ഇൻ ദ ടവൽ, അതായത് ഇത്ര മതി അല്ലെങ്കിൽ നിർത്തിക്കോ എന്ന മീനിങ് ആണ്. അതായത് ഇതിന്റെ ഒരു ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ ബോക്സിങ്ങിനൊക്കെ പോകുമ്പോൾ, നിങ്ങൾ പലർക്കും ബോക്സിംഗ് ഒക്കെ അറിയാവുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, ഇത് പണ്ടത്തെയാണ് പറയുന്നത് കേട്ടോ. ബോക്സിങ്ങിന്റെ സമയത്ത് ഈ ഫൈറ്റിന്റെ ടൈമിലുണ്ടല്ലോ, ഇവർ റിങ്ങിൽ നിൽക്കുന്ന സമയത്ത് ചില ട്രെയിനേഴ്സും ഇവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് കൂടെ കാണും. അപ്പോൾ ചില സമയത്ത് ട്രെയിനേഴ്സ് എന്ത് ചെയ്യും, ആ റിങ്ങിലേക്ക് ഒരു ടവൽ ഇങ്ങനെ സൈഡിലേക്ക് എറിയും, റിങ്ങിന്റെ ആ സൈഡിൽ ഒരു ടവൽ എറിയും. ദാറ്റ് മീൻസ് മതി, നിർത്തിക്കോ എന്ന് കാണിക്കാനാണ്. അതിന് വേണ്ടിയിട്ടൊരു സിഗ്നൽ ആണ് ആ ഒരു പ്ലെയറിന് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ഫൈറ്ററിന് കൊടുക്കുന്ന ഒരു സിഗ്നൽ ആണ്. അതായത് ഇത്രയും മതി എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകും, ഓക്കെ ഇത്രയും മതി, ഇനി നിർത്താമെന്ന്, അല്ലെങ്കിൽ നിർത്തിക്കോ എന്നൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, നിർത്താമെന്ന്. അങ്ങനെ ടവൽ എറിഞ്ഞ് നിർത്തുക എന്ന സിഗ്നൽ കാണിക്കുന്നു. സോ അതുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഡിയം ഉണ്ടായി. ഓക്കെ, ആൻഡ് ബാർക്കിംഗ് അറ്റ് ദ റോങ് ട്രീ. ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ബാർക്കിംഗ് അറ്റ് ദ റോങ് ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സമയത്ത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ബാർക്കിംഗ് അറ്റ് ദ റോങ് ട്രീ എന്ന് പറയാം. അത് മാത്രമല്ല, ചില സമയങ്ങളിലുണ്ടല്ലോ നമ്മൾ ഈ തെറ്റ് ചെയ്യാത്ത ആളുകളെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ശരിക്കും അവരായിരിക്കില്ല ചെയ്തത്, ഒരു മിസ്റ്റേക്ക് ചെയ്താൽ അവരായിരിക്കില്ല, പക്ഷെ നമ്മൾ അവരെ ഇങ്ങനെ കുറ്റം പറയുന്നു, നിങ്ങളാണ് ചെയ്തത്, അല്ലെങ്കിൽ അവരെ ബ്ലെയിം ചെയ്യുന്നു. സോ റോങ് പേഴ്സണെ ബ്ലെയിം ചെയ്യുന്നതിനാണ് ബാർക്കിംഗ് അറ്റ് ദ റോങ് ട്രീ എന്ന് പറയാം. അല്ലെങ്കിൽ തെറ്റായ ആക്ഷൻസ് നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ കാരണമായി എന്നൊക്കെ പറയാനാണ് നമ്മൾ ഈ ബാർക്കിംഗ് അറ്റ് ദ റോങ് ട്രീ എന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. യെസ്, അതായത് ഈ പണ്ട് കാലത്ത് ഹണ്ടേഴ്സൊക്കെ ഹണ്ടിങ്ങിനൊക്കെ ഈ ആനിമൽസിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയം, അതായത് ഹണ്ടിങ്ങിന് ഗ്രൂപ്പ് ഓഫ് ഡോഗ്സിനെ, പാക്ക് ഓഫ് ഡോഗ്സുമായിട്ട് ഇവർ ഹണ്ടിങ്ങിന് പോകുന്ന സമയം. ഓക്കെ, അപ്പോൾ ചില ഡോഗ്സ് എന്ത് ചെയ്യും, ഇങ്ങനെ പ്രേനെ ഇങ്ങനെ ഓടിച്ചോടിച്ച് അവസാനം ഈ പ്രേ ഏതെങ്കിലും മരത്തിൽ കയറിപ്പോവും. ഓക്കെ, എന്നിട്ട് ഇവരെന്ത് ചെയ്യായിരിക്കും, ഈ ഡോഗ്സ് ചുറ്റും എന്ന് കുറച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ബാർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ആ ഒരു പ്രേ ഇറങ്ങി വരാൻ അല്ലെങ്കിൽ കിട്ടി എന്നുള്ളൊരു ഇതിൽ. അപ്പം ഈ കുറേ നേരം കിട്ടുമ്പോൾ ഇങ്ങനെ ബാർക്ക് ചെയ്യുമ്പോൾ ആ ഹണ്ടറിന് കിട്ടിയൊരു സിഗ്നലാണ്. പുള്ളി വന്ന് നോക്കുമ്പോൾ എന്താ, അവിടെ ആരും കാണില്ല, അല്ലേ? കാരണം എന്താ, ഇവര് അടുത്ത മരത്തിൽ കയറി രക്ഷപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കും. അത് പക്ഷെ ഡോഗ്സ് കണ്ടില്ല, അല്ലേ? അപ്പം അത് ഡോഗ്സിന്റെ ആ സിഗ്നൽ കേട്ടിട്ട് തെറ്റായ ഒരു ആക്ഷൻ എടുക്കുന്നു. അതിൽ നിന്നാണ് ബാർക്കിംഗ് അറ്റ് ദ റോങ് ട്രീ എന്ന ഒരു ഇഡിയം വന്നത്. ഓക്കെ, ആൻഡ് അടുത്തത് ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്, ബി എക്സാക്ട്ലി റൈറ്റ്, ഏറ്റവും കൃത്യമായിട്ട് ചെയ്യുന്നു എന്നാണ് ഇതിന് പറയുന്നത്. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് മീൻസ് ബി എക്സാക്ട്ലി റൈറ്റ്, ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നു. ബി എക്സാക്ട്ലി റൈറ്റ്. സോ ബി എക്സാക്ട്ലി റൈറ്റ് നമ്മൾ പറയുന്നു. സോ ഇതിന്റെ ഒരു ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഈ കാർപ്പൻട്രി ആയിട്ട് റിലേറ്റഡ് ആണ്. നമ്മൾ ഈ ആണി ഉണ്ടല്ലോ, ആണി കറക്റ്റായിട്ട് അടിക്കുന്ന എപ്പോഴാ, അല്ലെങ്കിൽ കറക്റ്റായി നമ്മളിങ്ങനെ ഹാമർ വെച്ചിട്ട് കറക്റ്റായിട്ട് അടിക്കുന്ന എപ്പോഴാണ്, ആ ഹെഡിൽ തന്നെ കൊണ്ടാൽ മാത്രമേ നമുക്കത് കറക്റ്റായി എന്ന് പറയാൻ പറ്റുള്ളൂ, അല്ലേ? ചിലപ്പോൾ സൈഡിൽ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ അടിച്ചത് കറക്റ്റായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഏറ്റവും പ്രിസൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഹെഡിൽ തന്നെ അത് കൊള്ളണം. ഹെഡിൽ തന്നെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് കറക്റ്റ് ആണെന്ന്.
അല്ലേ? അങ്ങനെയാണ് ഈ പറയുന്ന ഒരു ഇഡിയം വന്നതെന്ന് പറയപ്പെടുന്നു. ആൻഡ് അടുത്തത് അണ്ടർ ദ വെദർ. ഇതിന് പല ഒറിജിൻസ് പറയാറുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം എന്താണ് ഈ അണ്ടർ ദ വെദർ എന്ന് പറയുന്ന ഇഡിയത്തിന് പിന്നിൽ. നോക്കാം. ഫീലിംഗ് സിക്ക്, അതായത് വയ്യാതെ ഇരിക്കുന്നു എന്ന മീനിങ് ആണ് അണ്ടർ ദ വെദർ എന്ന് പറയുന്നത്. അപ്പോ അണ്ടർ ദ വെദർ വയ്യാതിരിക്കുന്നു അല്ലെങ്കിൽ ക്ഷീണമായിട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. ഇതിന്റെ ഒരു ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ ലോങ് ഷിപ്സ് ഒക്കെ, ലോങ് ഷിപ്സ് ഇൻ ദ സെൻസ് കുറെ ദിവസങ്ങൾ എത്തുന്ന യാത്ര തുടങ്ങിയിട്ട് ഒരു ഇത്ര ദിവസങ്ങളൊക്കെ കഴിഞ്ഞെത്തുന്ന ഷിപ്സ് ഉണ്ടല്ലോ, 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് എത്തുന്ന ഷിപ്സ് ഉണ്ടല്ലോ പണ്ടൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇവർക്ക് ഇടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും വയ്യായ്മയൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ആ ഷിപ്പിന്റെ ഏറ്റവും ലോവർ ഡെക്കിൽ കൊണ്ടുപോകും, ഏറ്റവും താഴത്തെ ആ ഒരു ഏരിയയിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടുത്തെ റൂമിലായിരിക്കും, സിക്ക് റൂം ഒക്കെ പോലെ അവിടുത്തെ റൂമിലായിരിക്കും ഇവർക്ക് ഒരു റെസ്റ്റ് ചെയ്യാനായിട്ടൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇത് കൊടുക്കുന്നത്. അപ്പം നോർമൽ മുകളിലുള്ള വെതർ കണ്ടീഷനൊക്കെ കുറച്ചുകൂടി കുറവായിരിക്കും. ആൻഡ് അതവരെ ഹെൽപ്പ് ചെയ്യും, കുറച്ചുകൂടെയും ഒന്ന് എന്താ പറയാ, കുറച്ചുകൂടി ഒന്ന് പെട്ടെന്ന് റെഡി ആകാനൊക്കെ ആയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ അതിൽ നിന്നാണ് ഈ അണ്ടർ ദ വെദർ എന്നൊരു ഇഡിയം വന്നതെന്ന് പറയപ്പെടുന്നു. ഇനി അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അത് ഓർത്തിരിക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഇത് മറന്നു പോകാതിരിക്കും. ഓക്കെ, അടുത്തത് പുള്ളിങ് യുവർ ലെഗ്. പുള്ളിങ് യുവർ ലെഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തമാശ രീതിയിൽ എന്തെങ്കിലും കാര്യം പറയുന്നു അല്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കുന്നു. മെയിനായിട്ട് തമാശയൊക്കെ കൂടുതൽ നമ്മൾ ആരെങ്കിലും കളിയാക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ ഈ സറ്റയർ ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് നിൽക്കാം. അല്ലെങ്കിൽ ഈ ടീസ് ചെയ്യുന്നു, കളിയാക്കുന്നു, തമാശ പറയുന്നു എന്നൊക്കെയാണ് പുള്ളിങ് യുവർ ലെഗിന്റെ മീനിങ് വരുന്നത്. അടുത്തത് സ്റ്റീൽ സമ്മൺസ് തണ്ടർ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ഇത് റിയൽ ആയിട്ട് നടന്നതാണെന്നാണ് പറയുന്നത്. സ്റ്റീൽ സമ്മൺസ് തണ്ടർ അല്ലെങ്കിൽ ടു സ്റ്റീൽ വൺസ് തണ്ടർ എന്നൊക്കെ പറയുന്ന ഇഡിയം ടേക്ക് ക്രെഡിറ്റ് ഫോർ സമ്മൺ എൽസ് ഐഡിയ. മറ്റൊരാളുടെ ഐഡിയ നമ്മൾ നമ്മുടേതാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടേണ്ട അപ്രിസിയേഷൻ നമുക്ക് കിട്ടുന്നു, നമ്മളായിട്ട് വാങ്ങിച്ചെടുക്കുന്നു, നമ്മളാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ മറ്റൊരാൾക്ക് കിട്ടേണ്ട അപ്രിസിയേഷൻ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട അംഗീകാരം നമ്മൾ മേടിച്ചെടുക്കുന്നു, നമ്മുടെ ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ പറയുന്ന യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഉണ്ടല്ലേ, ഒന്നെങ്കിൽ ഓണറിന് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തിരിക്കണം. അതുപോലെ മറ്റൊരാൾക്ക് കിട്ടേണ്ടത് നമ്മൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ക്രെഡിറ്റ് നമുക്ക് കിട്ടുന്നു, നമ്മൾ തട്ടിയെടുക്കുന്നു എന്നൊരു കാര്യമാണ് സ്റ്റീൽ വൺസ് തണ്ടർ അല്ലെങ്കിൽ ടു സ്റ്റീൽ സമ്മൺസ് തണ്ടർ എന്ന എഴുത്തിന് പിന്നിലുള്ളത്, അല്ലെങ്കിൽ അതിന്റെ മീനിങ് വരുന്നത്. ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ജോൺ ഡെന്നിസ് എന്ന് പറയുന്ന ഒരു ഓഥർ ഉണ്ടായിരുന്നു, ഒരു ഡ്രാമാറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട്, ഒരു വർക്കിന് വേണ്ടിയിട്ട് റിയൽ ആയിട്ട് തണ്ടർ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ഡെവലപ്പ് ചെയ്തെടുത്തു. റിയൽ ആയിട്ട് തണ്ടർ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തു. ഓക്കെ, അങ്ങനെ തണ്ടർ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻ ഒക്കെ ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തപ്പോൾ പണ്ട് കാലത്ത് വെച്ചാൽ ഒന്നും റെക്കോർഡ് ചെയ്യല്ല, ഡയലോഗ് ഡെലിവറി ഒക്കെ അപ്പം ഓൺ ടൈം ഇവർ പറയുവാണ്, മ്യൂസിക്കും എല്ലാം അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട്, ഇദ്ദേഹത്തിന്റെ ഒരു നാടകത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം റിയൽ ആയിട്ട് തണ്ടർ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻ ഡെവലപ്പ് ചെയ്തെടുത്തു. പക്ഷേ ഇദ്ദേഹത്തിന്റെ വർക്ക് അത്ര സക്സസ് അല്ലായിരുന്നു, അത്ര റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് നിർത്തി. അദ്ദേഹത്തിന് ഭയങ്കര വിഷമമൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഷേക്സ്പിയറിന്റെ മാക്ബത്തിന്റെ പ്രൊഡക്ഷൻ ടീമിന് ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന തണ്ടർ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഷീൻ കിട്ടാനിടയായി. അപ്പൊ ഈ മാക്ബത്തിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇവര് ഈ തണ്ടർ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മെഷീൻ യൂസ് ചെയ്തു. ആൻഡ് ഇത് മാക്ബത്ത് വളരെ ഫേമസ് ആണ്, വളരെ നന്നായിട്ട് പോയതാണ്. അപ്പൊ അതുകൊണ്ട് അത് അറിഞ്ഞ ജോൺ ഡെന്നിസ് ആ ഒരു പ്ലേ നടക്കുന്ന സ്റ്റേജിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ അദ്ദേഹത്തിന്റെ വിഷമത്തിൽ അയാളിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങൾ എൻ്റെ പ്ലേ ഇവിടെ ഇട്ട് നടത്തിയുമില്ല, എൻ്റെ തണ്ടർ മോഷ്ടിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ തന്നെ വേർഡ്സ് ആയിരുന്നു, എൻ്റെ തണ്ടർ നിങ്ങൾ മോഷ്ടിച്ചു. അപ്പൊ എല്ലാവരും ചോദിക്കുന്നത്, തണ്ടർ മോഷ്ടിക്കും, അതെങ്ങനെ തണ്ടർ മോഷ്ടിക്കാൻ പറ്റുന്നത്, എന്താണ് ഈ തണ്ടർ എന്നൊക്കെ ഒരു സാധനം ഇവിടെ വരുവാണ്. അതുപോലെ എല്ലാവരുടെയും മനസ്സിൽ കൂടെ കടന്നു പോകണം തണ്ടർ എന്താണ് എന്നൊരു മീനിങ് അല്ലെങ്കിൽ എന്നൊരു കാര്യം വരുവാണ്. അപ്പോ പിന്നീടാണ് എല്ലാവരും അറിഞ്ഞത് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അങ്ങനെ തണ്ടർ മോഷ്ടിച്ചു എന്നൊരിതിൽ നിന്നാണ് സ്റ്റീൽ വൺസ് തണ്ടർ എന്നൊരു ഇഡിയം വന്നത്. ഓക്കെ, ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ദ ബോൾ ഈസ് ഇൻ യുവർ കോർട്ട്. അത് നമ്മൾ പണ്ട് മലയാളത്തിലൊക്കെ കേട്ടിട്ടുള്ളതാണ് അല്ലേ. പന്തിപ്പോ നിന്റെ കോർട്ടിലാണ്, അല്ലെങ്കിൽ പന്തിപ്പോ എന്റെ കോർട്ടിലാണ് എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ആക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ എന്റെ സൈഡിലാണ് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ എനിക്കാണിപ്പം
ചെയ്യാൻ പറ്റുന്നത്, ഞാനാണ് ഇപ്പൊ ആക്ട് ചെയ്യേണ്ടത്. ഇറ്റ്സ് യുവർ ടേൺ ടു ആക്ട്, അല്ലെ? ഞാനാണിപ്പോ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ സമയമാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇഡിയം പറയുന്നത്. ഇറ്റ്സ് യുവർ ടേൺ ടു ആക്ട്. ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ. ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ എന്ന് വെച്ചാല് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം അത്യാവശ്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം വൈറലായിട്ട് നിൽക്കുന്ന ഒരു കാര്യം, നമ്മളും അത് അത്യാവശ്യം ട്രെൻഡിങ് ആണ് എന്നുള്ളതുകൊണ്ട് നമ്മളും ആ ഒരു ട്രെൻഡിന്റെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ നമ്മളും അത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ റീൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എന്തെങ്കിലും ഒരു കാര്യം ട്രെൻഡിങ് ആയി, ഒന്ന് ട്രെൻഡിങ് ആയി അതിന് മില്യൺ വ്യൂസ് ഒക്കെ ആണെങ്കിൽ അത് സെയിം സംഭവം റീക്രിയേറ്റ് ചെയ്യും നമ്മൾ, അല്ലെ? നമ്മളല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ റീക്രിയേറ്റ് ചെയ്യും, അല്ലെ? അങ്ങനെ ഒരു ട്രെൻഡിന്റെ ഒപ്പം പോകുന്നു. ജോയിൻഡ് എ പോപ്പുലർ ട്രെൻഡ്. ഒരു പോപ്പുലർ ആയിട്ടുള്ള ട്രെൻഡിന് പുറകെ നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ അതും നമ്മളും കൂടെ റീക്രിയേറ്റ് ചെയ്യാൻ നിൽക്കുന്നു. അപ്പൊ അതിൽ നിന്നാണ് ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ എന്നൊരു ഇഡിയം വന്നത്. ആൻഡ് അടുത്തത് ബൈ ദ സ്കിൻ ഓഫ് യുവർ ടീത്ത്. ബൈ ദ സ്കിൻ ഓഫ് യുവർ ടീത്ത് എന്ന് പറഞ്ഞാൽ പേർലി സക്സീഡ് ആയി, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ സക്സസ്സിലേക്ക് എത്തി, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി, ജസ്റ്റ് സക്സസ്സിലേക്ക് എത്തി. കാരണം അത് പ്രത്യേകിച്ച് ഭയങ്കര വലിയ നല്ല സക്സസ് ഒന്നും ആയിരിക്കില്ല. നല്ല സക്സസ് ഇൻ ദ സെൻസ് വൻപിച്ച വിജയം അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷെ ജസ്റ്റ് നമ്മൾ ജയിച്ചു. ഇപ്പം നമുക്കിപ്പോൾ ഒരു എക്സാമിനാണെങ്കിൽ 600 നടക്കുന്ന ഒരു എക്സാം ആണെങ്കിൽ, അല്ലെങ്കിൽ അതിന് നമുക്കിപ്പോൾ ഒരു എന്താ പറയാ 590 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും നല്ല മാർക്കോടുകൂടിയാണ് പാസ്സായെന്ന് പറയാം, അല്ലേ? പക്ഷേ ഈ 600 ചിലപ്പോൾ വല്ല 240 കിട്ടിയിട്ട് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ പറയും ജസ്റ്റ് ഒന്ന് പാസ്സായി എന്ന് പറയില്ലേ? അതിനാണ് ബൈ ദ സ്കിൻ ഓഫ് യുവർ ടീത്ത് എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത ഡോണ്ട് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഡോണ്ട് വറി അബൌട്ട് പാസ്റ്റ് മിസ്റ്റേക്സ്. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ മിസ്റ്റേക്സ് ചെയ്യും. പക്ഷെ പാസ്റ്റിനെ ഓർത്ത് എപ്പോഴും ഇങ്ങനെ റിഗ്രറ്റ് ചെയ്യുക, അതിനെപ്പറ്റി ഓർക്കാം, വിഷമിക്കാം, അത് വിടണം, അല്ലേ? നമുക്ക് ഒരു ദിവസം ഓർക്കാം, 2 ദിവസം ഓർക്കാം, ഒരു മാസം ഓർക്കാം. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്, അല്ലേ? നമുക്ക് അത് ഓർത്ത് നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രസന്റിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല, അല്ലെ? പാസ്റ്റിൽ നമ്മൾ ഓൾറെഡി എന്തൊക്കെയോ ചെയ്തു, അതിന് ലെസൺ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുക, അല്ലെ? അല്ലാതെ ലൈഫ് ലോങ് നമുക്ക് പറയാൻ പറ്റില്ല 1995 ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ പറയാൻ പറ്റും, പക്ഷെ എന്നാലും അതോർത്ത് വിഷമിച്ചിരുന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പാസ്റ്റിലെ ഒരു മിസ്റ്റേക്ക് നമ്മൾ ഓർത്തിരുന്നിട്ട് അത് നമ്മൾ ഫുൾ ടൈം അതോർത്ത് വിഷമിച്ചുകൊണ്ടിരുന്ന പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് പാസ്റ്റിലേക്ക് തിരിച്ചു പോയത് മാറ്റാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ പ്രസന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാം, ഇത് മാത്രമേ നമുക്ക് അവിടെ നോക്കാൻ പറ്റുള്ളൂ, അല്ലേ? യെസ്, അങ്ങനെയാണ് ഈ ഒരു ഇഡിയം. അതിനാണ് ഈ ഒരു ഇഡിയം വരുന്നത്, ഡോണ്ട് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. നമ്മുടെ പാസ്റ്റിലെ മിസ്റ്റേക്കിനെ പറ്റി ഓർത്തോർത്ത് വിഷമിക്കരുത് എന്നാണ് ഈ ഒരു ഇഡിയം പറയുന്നത്. ഓക്കെ അല്ലേ? And moving to the next one, a penny for your thoughts. A penny for your thoughts. അതായത് ഇത് വന്നിരിക്കുന്നത് തോമസ് മൂറിന്റെ ഒരു വർക്കിലാണ്, ഒരു ബുക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് മീനിങ് ഇത്രയേ ഉള്ളൂ, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നു മറ്റൊരാളോട്. അത് കുറച്ചുകൂടെയും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാൾ വിഷമിച്ചിരിക്കുന്നു, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് എന്താണ് കാര്യം, പറ എന്താണ് കാര്യം. അപ്പോൾ അവർ പറയുന്നില്ല, ചിലപ്പോൾ പറയത്തില്ല. അപ്പോൾ നമ്മൾ പിന്നെയും ചോദിക്കുകയാണ്, നമുക്ക് അറിയാനുള്ളൊരു എന്ത് പറ്റിയതുകൊണ്ടാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും ചോദിക്കുകയാണ്, പോട്ടെ എന്താണെന്ന് വെച്ചാൽ എന്നോട് പറ എന്ന് നമ്മൾ മറ്റൊരാളോട് ചോദിക്കില്ലേ? അതിനാണ് പെനി ഫോർ യുവർ തോട്ട്സ് എന്ന് പറയുന്നത്. അതായത് അവരെന്താ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിന് എ പെനി ഫോർ യുവർ തോട്ട്സ് എന്ന് പറഞ്ഞാൽ, ഈ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ഈ തോമസ് മൂറിന്റെ ഒരു വർക്കിലാണ് വന്നത്. അപ്പം അന്നുണ്ടായിരുന്നത് എങ്ങനെയാണ്, ആളുകളുടെ തോട്ട്സ് വായിക്കാനായിട്ട് പൈസ കൊടുക്കും, അതായത് കോയിൻസ് കൊടുക്കും. പെനി എന്ന് വെച്ചാൽ പൈസയാണ്, അല്ലെങ്കിൽ മണിയാണത്. അപ്പോൾ കോയിൻസ് കൊടുത്തിട്ട് അവരെന്താണ് വിചാരിക്കുന്നതെന്ന് നമുക്ക്, അല്ലെങ്കിൽ അവർ നമ്മളോട് പറയും. അതിനാണ് എ പെനി ഫോർ യുവർ തോട്ട്സ് എന്ന്, അല്ലെങ്കിൽ ആ ഒരു ഇഡിയത്തിൽ നിന്നാണ് ഈ ഒരു, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഈ ഒരു ഇഡിയം വന്നതെന്ന് പറയപ്പെടുന്നു. ആസ്ക് സംവൺ വാട്ട് ദേ ആർ തിങ്കിങ്. അടുത്തത് ദ ലാസ്റ്റ് സ്ട്രോ. ദ ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാൽ ഈ ക്യാമൽസിനെയൊക്കെ, പണ്ട് ഈ ക്യാമൽസിനെയൊക്കെ ഈ എന്താണ് ഒരുപാട് സാധനങ്ങളൊക്കെ അവരുടെ മുകളിൽ വെച്ചിട്ട്, അതായത് ഈ കറ്റയൊക്കെ ആണല്ലോ, അല്ലെങ്കിൽ ഈ സ്ട്രോസ് ഒക്കെ ഇങ്ങനെ ഇവരുടെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും നമ്മളിങ്ങനെ ഒരു 10 പീസ് വെച്ചു. ചിലപ്പം ഈ 10ാമത്തെ പീസ് ആദ്യം വെച്ച പീസുകളെക്കാൾ ലൈറ്റർ ആയിരിക്കാം. പക്ഷെ എന്നാലും ആ 10ാമത്തെ പീസ് വെച്ചപ്പോഴാണ് ഈ പറയുന്ന വെയിറ്റ് കൂടി ലാസ്റ്റ്
ഈ ക്യാമലിന്റെ ബാക്കിന് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടാകുക. ദാറ്റ് മീൻസ് 10ാമത്തെ പീസ് ആയിരിക്കില്ല ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും വെയിറ്റ് കൂടിയത്. ആ 10ാമത്തെ മാത്രം വെച്ചിട്ടാണോ ഇത്രയും വെയിറ്റ് ആയത്? അല്ല, ആദ്യം മുതലേ വെയിറ്റ് ലിമിറ്റ് കഴിഞ്ഞിട്ടും ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് വയ്യാണ്ടായി, അല്ലെങ്കിൽ ക്യാമലിന്റെ ബാക്ക് പ്രശ്നമായി. സോ ദ ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാൽ ഇത് കാരണം, അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാകാൻ കാരണം, അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകാൻ കാരണം ആയ ആ ഒരു പീസ്, അതിനാണ് ലാസ്റ്റ് സ്ട്രോ എന്ന് പറയാം. അല്ലെങ്കിൽ ചില ആളുകളുണ്ട്, നമ്മൾ നോക്കുവാണെങ്കിൽ അവർ ഹാപ്പി ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷെ ചിലപ്പം നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് നോർമലായിട്ട് എന്തെങ്കിലും തമാശ പറയുമ്പോഴായിരിക്കും അവരങ്ങ് പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ചെറിയ കാര്യത്തിനൊക്കെ ആരെങ്കിലും ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് വിചാരിക്കും. പക്ഷെ എന്താണ്, അവർക്ക് അതല്ലായിരിക്കും കാര്യം. നമ്മൾ അതിന് മുമ്പ് ഒരു 10 കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവർ ആ വിഷമത്തിലൂടെ നിൽക്കുകയായിരിക്കും. പക്ഷെ അവരാ ഒന്ന് ബ്ലാസ്റ്റ് ആകാനായിട്ടുള്ള കാരണം എന്താണ്, ആ ലാസ്റ്റ് പറഞ്ഞ ഒരിതാണ്. അപ്പൊ അങ്ങനെ ഏറ്റവും അവസാനത്തെ ആ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകാനായിട്ട് കാരണമായ ആ ഒരു ചെറിയൊരു, അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ പ്രോബ്ലത്തിനാണ് ദ ലാസ്റ്റ് സ്ട്രോ എന്ന് പറയുന്നത്. ദ ഫൈനൽ പ്രോബ്ലം ദാറ്റ് കോസസ് എ ബ്രേക്ക് ഡൗൺ. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. വെൻ ഹി forgot our anniversary he was the last straw. എല്ലാത്തിനും ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല, അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ ചിലപ്പോൾ ആ റിലേഷനിൽ ഭയങ്കരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോവായിരുന്നു, കണ്ടില്ല എന്നൊക്കെ വെച്ച് പോവായിരുന്നു. പക്ഷേ ഈ പറയുന്ന ആനിവേഴ്സറിയും കൂടെ മറന്നപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ന് വെച്ചാൽ അത് മാത്രമല്ല, കാണുന്നവർക്കും ഒരു ആനിവേഴ്സറി മറന്നതിന് എന്താ ഇത്ര പറയാനുള്ളത് അല്ലേ? പക്ഷെ അല്ല, അതിന് മുമ്പ് വേറെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് വന്നൊരു ഇഷ്യൂലായിരിക്കും അവരത് റിയാക്ട് ചെയ്തത്. ഓക്കെ, യെസ്. ആൻഡ് അടുത്ത നമുക്ക് നോക്കാം, വൈൽഡ് ഗൂസ് ചേസ്. വൈൽഡ് ഗൂസ് ചേസ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തൊരു കാര്യം. നമ്മൾ പറയും അതിന് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ അതിന് വലിയ പോയിന്റ് ഒന്നും ഇല്ല എന്ന് നമ്മൾ പറയും. വൈൽഡ് ഗൂസ് ചേസ് അതായത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, ചില ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നു, അതിന് പ്രത്യേകിച്ച് ആവശ്യമില്ലായിരിക്കും, ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലായിരിക്കും, ഒരു ഉപയോഗവും ഇല്ലാത്തൊരു കാര്യം എന്നാണ് ഈ വൈൽഡ് ഗൂസ് ചേസിന് നമ്മൾ പറയുന്നത്. എൻ്റെ അടുത്തത് ബട്ടർ സമ്മൺ അപ്പ്. ബട്ടർ സമ്മൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളെ സോപ്പ് ഇടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ബട്ടർ സമ്മൺ അപ്പ് അതായത് ചില ആൾക്കാരെ നമ്മൾ സോപ്പ് ഇടുന്നു, അല്ലെങ്കിൽ അവരെ വെറുതെ ആവശ്യമില്ലാണ്ട് നമ്മളൊന്ന് പൊക്കി പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് ആവശ്യം കാണും. അതായത് എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പൊക്കി പറയില്ലേ, അതിനാണ് ഈ ബട്ടർ സമ്മൺ അപ്പ് എന്ന് പറയുന്നത്. ഫ്ലാറ്റർ ടു ഗെയിൻ എ ഫേവർ. ആൻഡ് ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ പണ്ട് കാലത്ത് ചില ദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കസ്റ്റമാണ്. അവരുടെ ഒരു റിലീജിയസ് ആക്ട് ആണ്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടെ ദേവന്മാരുടെയൊക്കെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ബട്ടർ വെച്ചിട്ട് ബട്ടർ ബോൾസ് ആക്കിയിട്ട് ഈ വിഗ്രഹങ്ങളുടെ മുകളിൽ എറിയും, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് എറിയും, ഞാൻ ഇത്ര ബോൾസ് എറിഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇന്ന ആഗ്രഹങ്ങൾ സാധിച്ചു തരണം. നമ്മളിപ്പം ഈ നേർച്ചയൊക്കെ ഇടുന്നതിന്റെ ഒരു കുറച്ചുകൂടെയും ഒരു പഴയ ഫോമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ബട്ടർ ബോൾസ് എറിഞ്ഞ് ആഗ്രഹം സാധിക്കുന്നു. അതിൽ നിന്നാണ് ബട്ടർ സമ്മൺ അപ്പ് എന്നൊരു ഇഡിയം വന്നതെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് നോക്കാം, സ്ട്രെയിറ്റ് ഫ്രം ദ ഹോഴ്സ് മൗത്ത്. ഓക്കെ, കുതിരയുടെ വായിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് അല്ലേ, അതായത് ഇൻഫർമേഷൻ ഫ്രം എ റിലയബിൾ സോഴ്സ്. ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഏറ്റവും വിശ്വസിക്കാൻ പറ്റിയ ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അതിനാണ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹോഴ്സ് മൗത്ത് എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ പറ്റിയ ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അത് വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. യെസ്, അതിനാണ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹോഴ്സ് മൗത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഈ പണ്ട് കാലത്ത് ഈ കുതിര കച്ചവടക്കാരൊക്കെ നടത്തിയിരുന്ന, അല്ലെങ്കിൽ ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഈ കുതിരയുടെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ കുതിര വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്കും ഈ കുതിരയുടെ ഡിമാൻഡ് എന്തെന്ന് വെച്ചാൽ അത്യാവശ്യം പ്രായം കുറഞ്ഞ കുതിരകൾക്കാണ്, ഹോഴ്സിനാണ് കുറച്ചുകൂടി ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ ഈ ആളുകൾ വാങ്ങിക്കാൻ വരുമ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രായം കൂടി കുതിരകളെ കാണിച്ചിട്ട് പറയും, ഇത് വളരെ യങ്ങാണ്, നിങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ലാഭമായിരിക്കും, പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാം എന്നൊക്കെ പറയും. അപ്പൊ കുതിരയെ പറ്റി അറിയില്ലാത്തവർ വിചാരിക്കും ഇത് ശരിയാണെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചുകൊണ്ട് പോകും, അവരെ പറ്റിക്കും. പക്ഷെ കുതിരയെ പറ്റി അറിയാവുന്ന ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതെല്ലാം കേട്ടിരുന്നിട്ട് അവരെന്ത് ചെയ്യും, അവർ ലാസ്റ്റ് ഈ കുതിരയുടെ വായിൽ നോക്കും. അപ്പൊ ഈ കുതിരയുടെ വായിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പല്ലിന്റെ ഒരു നമ്പറും ഷേപ്പും കളറും ഒക്കെ വെച്ചിട്ട് ഇവർക്ക്
എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ട് ഒക്കെ വെച്ചിട്ട് ഇവർക്ക് കറക്റ്റായിട്ട് ഈ കുതിരയുടെ ഏജ് പറയാൻ പറ്റും. അതായത് യങ് ആണോ അല്ലെങ്കിൽ കുറച്ച് പ്രായം കൂടിയതാണോ എന്ന്. അപ്പൊ എന്താ, ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന വിവരം എവിടെ നിന്ന് അവർക്ക് കിട്ടിയത്? കുതിരയുടെ വായിന്ന് അല്ലേ? കുതിര കച്ചവടക്കാര് പറ്റിച്ചു, അവര് പറഞ്ഞതാണോ സത്യം? അല്ല, ഏറ്റവും വിശ്വസിക്കാവുന്ന സോഴ്സ് അവിടെ എന്തായിരുന്നു? ഈ ഹോഴ്സിന്റെ മൗത്തിൽ നിന്ന്. അപ്പൊ ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന ഇൻഫോർമേഷൻ കിട്ടി, ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടി. അങ്ങനെയാണ് സ്ട്രെയിറ്റ് ഫ്രം ദ ഹോഴ്സ് മൗത്ത് എന്നൊരു ഇഡിയം വന്നതെന്ന് പറയപ്പെടുന്നു. ഓക്കെ, സോ ഇതിന് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സിമിലർ ആയിട്ട് നമുക്കൊരു ഇഡിയം ഉണ്ട്, മലയാളത്തിൽ ഒരെണ്ണമുണ്ട്. ഏതായിരിക്കും? നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ട്. എന്താണ് ആ ഒരു ഇഡിയം? എന്താണെന്ന് ഓർത്തു നോക്കിക്കേ. ദാനം കിട്ടിയ പശുവിന്റെ വായില് പല്ലെണ്ണരുത്. പലരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ ആ ഒരു ഇഡിയം. അതായത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഹോഴ്സ്, അത് യങ് ആണെങ്കിലും അല്ലെങ്കിൽ ഓൾഡ് ആണെങ്കിലും പ്രശ്നമില്ല, കാരണം നമ്മൾ അതിനകത്ത് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ. അല്ലാണ്ട് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണെങ്കിൽ അത് നമ്മൾ നോക്കാൻ നിൽക്കണ്ട അല്ലേ. എത്ര നമുക്ക് കിട്ടുന്നു അത് ബോണസ് എന്ന് വിചാരിച്ചാൽ മതി അല്ലേ. അടുത്ത മാഡ് ആസ് എ ഹാറ്റർ. മാഡ് ആസ് എ ഹാറ്റർ, ദാറ്റ് മീൻസ് ക്രേസി ഓർ എസെൻട്രിക്. ക്രേസി അല്ലെങ്കിൽ എസെൻട്രിക്. മാഡ് ആസ് എ ഹാറ്റർ, അതായത് ഈ മാഡ് ആസ് എ ഹാറ്റർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു വളരെ ക്രേസി ആയിട്ട് പെരുമാറുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു അബ്നോർമൽ ആയിട്ടൊക്കെ പെരുമാറുക, ഭയങ്കര എനർജി ഒക്കെ വന്ന പോലെ ഭയങ്കര അബ്നോർമൽ ഒക്കെ ആയിട്ട് പെരുമാറുന്നു. അതിനാണ് നമ്മൾ മാഡ് ആസ് എ ഹാറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് ഒരു ഹാറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹാറ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന ആ ഒരു ഹാറ്റ് മേക്കിംഗ് കമ്പനിയിൽ അവര് വിചാരിച്ചു അവരുടെ ഹാറ്റ് ഒക്കെ കുറച്ചുകൂടി ഒന്ന് സ്ട്രോങ് ആവാനും ഒന്ന് സ്റ്റിഫ് ആകാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു മെർക്കുറി അത് ഒരു നിശ്ചിത അളവിൽ ഈ ഹാറ്റിന്റെ കൂടെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അതിന്റെ ഒരു മേക്കിംഗ് ടൈമിൽ ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തു പറ്റി, ഇതിന്റെ പ്രൊഡക്ഷന്റെ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന വർക്കേഴ്സ് ഇതാ അളവിൽ കൂടുതൽ ശ്വസിക്കുകയും അവരുടെ നെർവ്സിനൊക്കെ സാരമായിട്ട് അത് ബാധിക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ അവർ ക്രേസി ആയിട്ടും എസെൻട്രിക് ഒക്കെ ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് മാഡ് ആസ് എ ഹാറ്റർ. ഹാറ്ററിനെ പോലെ ഭ്രാന്ത് പിടിച്ചോ നിനക്ക്, അല്ലെങ്കിൽ ഹാറ്റ് മേക്കിംഗ് കമ്പനി ഉള്ള ആളുകളെ പോലെ ഇത് പിടിച്ചോ, ഭ്രാന്തായോ നിനക്ക് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി യൂസ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ഇഡിയം കോമൺ ആയത്. ഓക്കെ, ആൻഡ് അടുത്തത് ബ്രിങ് ഹോം ദ ബേക്കൺ. ബ്രിങ് ഹോം ദ ബേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഏൺ ചെയ്യുക എന്നൊരു മീനിങ് ആണ് വരുന്നത്. അതായത് സ്വന്തമായിട്ട് ജീവിക്കാൻ, സ്വന്തം കാലിൽ നിൽക്കുക എന്നൊരു മീനിങ് ആണ് അവിടെ മീൻ ചെയ്യുന്നത്. ഇതിന് പിന്നിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഉണ്ട്, എത്രത്തോളം കറക്റ്റ് ആണെന്ന് അറിയില്ല. അതായത് പണ്ട് കാലത്ത് ഒരു കസ്റ്റമായിരുന്നു, ഒരു പ്രത്യേക ഒരു കസ്റ്റമായിരുന്നു. അവർക്ക് ആ വീട്ടില് ഹസ്ബൻഡും വൈഫും ആ ഒരു വർഷം ഫുള്ള് വഴക്കുകളൊന്നും ഉണ്ടാക്കാതെ ഹാപ്പി ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ, ആർഗ്യുമെന്റ്സ് ഒന്നും ഉണ്ടാകാതെ ഹാപ്പി ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമായിരുന്നു, അവർക്ക് വീട്ടിൽ കൊണ്ടാവും ഒരു പീസ് ആ ഒരു ബേക്കൺ. അവർക്ക് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് പ്രൈസ് ആയിട്ട് കൊടുക്കും, ആ ഒരു ബേക്കൺ പ്രൈസ് ആയിട്ട് കൊടുക്കും. അങ്ങനെ അതിൽ നിന്നും അങ്ങനെ ഒരു ഇഡിയം വന്നതായിട്ട് പറയുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെ ഓർക്കുക, ഒരു അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു എന്താ പറയുക, ഒരു ഏൺ ചെയ്യുന്നു എന്നൊക്കെ മീനിങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റും. അടുത്ത സേവ്ഡ് ബൈ ദ ബെൽ. സേവ്ഡ് ബൈ ദ ബെൽ വിച്ച് മീൻസ് ലാസ്റ്റ് നിമിഷത്തിലാണെങ്കിലും രക്ഷപ്പെട്ടു. ലാസ്റ്റ് നിമിഷത്തിലാണെങ്കിലും നമ്മൾ ഇല്ല, ഇനി നമുക്ക് പറ്റില്ല എന്ന് കരുതുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിനാണ് സേവ്ഡ് ബൈ ദ ബെൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിലെ കഥ എന്ന് പറഞ്ഞാൽ, ഈ പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ മാസമായിട്ട് ആൾക്കാർ മരിക്കുന്ന സമയത്ത്, അതായത് എന്തെങ്കിലും വാറോ അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസാസ്റ്റർ ഒക്കെ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളോ ഒക്കെ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തൊക്കെ മാസമായിട്ട് ആൾക്കാർ മരിക്കും. അപ്പോൾ ഓരോ ആളുകളെയും സെപ്പറേറ്റ് എടുത്ത് ചിലപ്പോൾ ഒരു 10-200, ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, ഒരു 10-200 പേര് ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ മരിച്ചു അവരുടെ ഡെഡ് ബോഡീസ് ഫുള്ള് കിടക്കുകയാണെങ്കിൽ ഇതിൽ 1-2 പേർക്കൊക്കെ ജീവൻ കാണും. പക്ഷെ അത്രയും പേരെ എന്ത് ചെയ്യും, ഓരോരുത്തരെയും വെച്ചിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റില്ല. ഇന്ന ആൾക്ക് ഇതുണ്ടോ നോക്കിയെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ജീവനുള്ള ആളെയും ഇങ്ങനെ ദഹിപ്പിക്കേണ്ടി വരും. കാരണം അത് ആ ടൈമിൽ പ്രത്യേകിച്ച് എനക്കൊന്നും കാണിക്കില്ല, കാരണം 1-2 പേരാണെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ മാസമായിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ.
അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ്, ഈ ആളുകൾ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ അടക്കുന്ന സമയത്ത് ഇവരുടെ ഈ ശവപ്പെട്ടി ഉണ്ടല്ലോ, അതില് കുറച്ച് ബെൽസ് ഒക്കെ അറ്റാച്ച് ചെയ്യും. ബെൽസ് പല നമ്പറിലാവും, ചിലപ്പോൾ ഒരെണ്ണമായിരിക്കും, ഒരു വലിയ ബെല്ലായിരിക്കും, അല്ലെങ്കിൽ കുറെ കുഞ്ഞു കുഞ്ഞു ബെൽസ് ആയിരിക്കും, അല്ലെങ്കിൽ 1-2 ബെൽസ്, ഒരു 5-6 ബെൽസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് ആ ശവപ്പെട്ടിയിലായിരിക്കും ഇവരെ അടക്കുന്നത്. ആൻഡ് ഇത് എന്ത് ചെയ്യും, ഇവർക്ക് ആ ഒരു ശവപ്പെട്ടി കിടക്കുന്ന ആൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അവർക്ക് ജീവൻ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും കാര്യത്തിൽ അവർക്ക് പെട്ടെന്നൊരു ജീവൻ അല്ലെങ്കിൽ പെട്ടെന്നൊരു എണീക്കോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ രക്ഷപ്പെടാനായിട്ടുള്ളൊരു ഒരേ ഒരു കാര്യമാണ് ഈ ബെല്ല്. ആ ബെല്ല് ഇങ്ങനെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നവർക്ക് മനസ്സിലായോ അവിടെ സൗണ്ട് കേൾക്കുന്നു, അത് നോക്കിക്കഴിയുമ്പോൾ ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റും. അത് ഈ അടക്കിയിട്ട് കുറച്ച് സമയത്തേക്കേ പറ്റുള്ളൂ കേട്ടോ, ഒരു 5-6 ദിവസം കഴിഞ്ഞൊന്നും പറ്റില്ല കേട്ടോ. ഇത് ആ ഒരു കുറച്ച് സമയത്തേക്ക് ഉള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ലാസ്റ്റ് മിനിറ്റിൽ അടക്കി കഴിഞ്ഞിട്ടും ജീവനുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു. അത് ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് ആണ്, ഭയങ്കര ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്, ഭയങ്കര ക്രൂഷ്യലാണ്. ആ ഒരു സമയത്താണ് സേവ്ഡ് ബൈ ദ ബെൽ എന്ന് പറയുന്നത്. അപ്പൊ ബെല്ലടിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു, അതിൽ നിന്ന് സേവ്ഡ് ബൈ ദ ബെൽ എന്ന ഇടിയും വന്നു. ഓക്കെ അല്ലേ? അടുത്തത് ഗീവ് ദ കോൾഡ് ഷോൾഡർ. ഗീവ് ദ കോൾഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ഗീവ് ദ കോൾഡ് ഷോൾഡർ? അതായത് ആരെയെങ്കിലും അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ വേണ്ട, അല്ലെങ്കിൽ ഇനി മതി, അവരുമായിട്ട് വലിയ ഇതൊന്നുമില്ല, ഇഗ്നോർ ചെയ്യുന്നു, അവോയ്ഡ് ചെയ്യുന്നു, അതിനാണ് നമ്മൾ ഗീവ് ദ കോൾഡ് ഷോൾഡർ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഒരു ഒറിജിൻ എന്ന് പറഞ്ഞാൽ, ഈ പണ്ട് ഇപ്പൊക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ തലേന്നൊക്കെ ആൾക്കാരെ വിളിച്ച് ഫംഗ്ഷനായിട്ട് നടത്തും, ഫുഡൊക്കെ കൊടുക്കും. അത് പണ്ടും ഉണ്ടായിരുന്നു, കുറച്ചുകൂടെയും ഒരു ഏൻഷ്യൻ രീതി, ഒരു പഴയ ഒരു രീതിയിലൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും ഈ ആളുകൾക്ക് ഫുഡ് കൊടുക്കും, നല്ല ഹോട്ടായിട്ടുള്ള ഫുഡ് സെർവ് ചെയ്യും. ആൻഡ് ഇവർക്ക് വലിയ താല്പര്യമില്ലാത്ത ഗസ്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ചില ഗസ്റ്റ് ഒരുപാട് നേരം ഒന്നും സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പം ബാക്കി എല്ലാവരെയും അഫോർഡ് ചെയ്യണമല്ലോ അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഓൾറെഡി കുക്ക് ചെയ്ത ഈ മട്ടന്റെയും അതുപോലെ ബീഫിന്റെ ഷോൾഡർ പീസ്, നന്നായിട്ട് കുക്ക് ചെയ്ത ഷോൾഡറിന്റെ പീസ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരിക്കും, ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇങ്ങനെ കുറേ നേരം ഇത് സംസാരിക്കുന്ന ഗസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ഇവർക്ക് വലിയ താല്പര്യമില്ലാത്ത ഗസ്റ്റ് ഇവരെന്ത് ചെയ്യും, ആ ഫുഡ് സെർവ് ചെയ്തതിൻ്റെ കൂടെ ഹോട്ട് ഫുഡ് കൊടുക്കുന്നതിന് കഴിഞ്ഞിട്ട് ഇവർ ഈ ഷോൾഡർ പീസ്, ഫ്രിഡ്ജിൽ ഇരുന്ന തണുത്ത ആ ഷോൾഡർ പീസും കൂടെ കൊടുക്കും. അത് കിട്ടിയാൽ ഒരു സിമ്പിളാണ്, മതി ഇനി അധികം നേരം നിൽക്കണ്ട, വേഗം പൊക്കൂ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളൊരു രീതിയിൽ പറയുന്നതാണ്. അപ്പൊ അതിൽ നിന്നാണ് ഗീവ് ദ കോൾഡ് ഷോൾഡർ എന്നൊരു ഇഡിയം വന്നതെന്ന് പറയപ്പെടുന്നു. ഓക്കെ. ആൻഡ് അടുത്തത് ബറി ദ ഹാഷ് എന്ന് വെച്ചാൽ പീസ്, അതായത് സമാധാനം ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സമാധാനം ഉണ്ടാക്കുന്നു. ആൻഡ് അടുത്തത് ഡോണ്ട് പുട്ട് ദ കാർട്ട് ബിഫോർ ദ ഹോഴ്സ്. ഡോണ്ട് പുട്ട് ദ കാർട്ട് ബിഫോർ ദ ഹോഴ്സ്. നമ്മളൊരു കുതിരവണ്ടി ഓർക്കുക. കുതിരവണ്ടിയിൽ ആദ്യം നിൽക്കുന്നത് കുതിരയാണോ കാറ്റാണോ, അല്ലെങ്കിൽ ആ വണ്ടി ആയിരിക്കുമോ? കുതിരയാണ് ഫ്രണ്ടിൽ പോകുന്നത് അല്ലേ? ആൻഡ് അത് തിരിച്ചു വെച്ചാലോ നമ്മൾ ആ കറക്റ്റ് ഓർഡറിനെ റിവേഴ്സ് ചെയ്യാണ് അല്ലേ? സോ കാര്യങ്ങള് റോങ് ഓർഡറിൽ ചെയ്യരുത്, അല്ലെങ്കിൽ തെറ്റായ ഓർഡറിൽ ചെയ്യല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഡിയം നമ്മൾ ഉപയോഗിക്കുന്നത്. ഡോണ്ട് പുട്ട് ദ കാർട്ട് ബിഫോർ ദ ഹോഴ്സ്. അതായത് ഹോഴ്സിന് മുമ്പായിട്ട് കാർട്ട് വെച്ചെന്ത് പറ്റും, അത് മുഴുവൻ തിരിഞ്ഞു പോകും അല്ലേ? അത് ശരിയല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഓർഡർ അല്ല. സോ കാര്യങ്ങൾ അങ്ങനെ പ്രോപ്പർ ആയിട്ടല്ലാതെ ചെയ്യരുത്, അല്ലെങ്കിൽ റോങ് ഓർഡറിൽ ചെയ്യരുത് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് അടുത്തത് ഹിറ്റ് ദ ഹേ. ദാറ്റ് മീൻസ് ബെഡില് കിടന്നുറങ്ങിക്കോ, അല്ലെങ്കിൽ പോയി കിടന്നുറങ്ങൂ എന്ന് പറയുന്നതാണ്. ഗോ ടു ബെഡ്, പോയി കിടന്ന് ഉറങ്ങുക അല്ലെങ്കിൽ ഉറങ്ങുക എന്ന മീനിങ് ആണ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഈ ഫാമേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ ഇപ്പൊ നമുക്ക് ഈ മാട്രസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ വെച്ചാൽ ഈ ആനിമൽസിനെയൊക്കെ നോക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫാമേഴ്സ്, അല്ലെങ്കിൽ പല വീടുകളിലും ഇങ്ങനെ വലിയൊരു ഇങ്ങനെ കച്ചയൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് ഈ പാടത്തുനിന്ന് വരുമ്പോഴത്തേക്ക് അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് അത് നല്ല സോഫ്റ്റ് ആക്കി വെച്ച് അതിന്റെ മുകളിൽ കിടന്നിട്ടൊക്കെയാണ് ഉറങ്ങുന്നത്. അപ്പൊ അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഇഡിയം വന്നതെന്ന് പറയപ്പെടുന്നു. ഓക്കെ. അടുത്തത് കിക്ക് ദ ക്യാൻ ഡൗൺ ദ റോഡ്. കിക്ക് ദ ക്യാൻ ഡൗൺ ദ റോഡ് എന്ന് വെച്ചാല് എന്തെങ്കിലും ഒരു പ്രശ്നം അതിനെ ഡിലേ ചെയ്യിക്കുന്നു. ഡിലേ എ പ്രോബ്ലം. ഓക്കെ. അതായത് ശരിക്കും ഒരു പ്രശ്നമായിരിക്കും, അത് സോൾവ് ചെയ്യാൻ നോക്കാണ്ട്
അതിനെ വെറുതെ ഇട്ട് താമസിപ്പിക്കുന്നു. അതിനാണ് കിക്ക് ദ ക്യാൻ ഡൗൺ ദ റോഡ് എന്ന ഒരു ഇഡിയത്തിന് പറയുന്നത്. ഡിലേ പ്രോബ്ലം, എന്തെങ്കിലും ഒരു പ്രശ്നം ഒന്ന് ഡിലേ ചെയ്യിക്കുന്നു. ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉറങ്ങുന്ന പട്ടികളെ ഉണ്ടല്ലോ വിളിച്ചെണീപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഉറക്കം ഡിസ്റ്റർബ് ആയതുകൊണ്ട് തന്നെ അവരുടെ അടുത്തുനിന്ന് കടികിട്ടാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അതിനാണ് അപ്പം മര്യാദയ്ക്ക് ആ പണിക്ക് പോകണ്ട, അവർ കിടന്ന് ഉറങ്ങട്ടെ എന്ന മീനിങ് ആണ് വരുന്നത്. അവോയ്ഡ് സ്റ്റിറിങ് അപ്പ് ഓൾ കോൺഫ്ലിക്ട്സ്, അതായത് പണ്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെ പറ്റി അല്ലെ പണ്ടത്തെ പ്രശ്നങ്ങളെ പിന്നെയും പറഞ്ഞ് കുത്തിപ്പൊക്കി അവസാനം അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും ഭേദം അത് മിണ്ടണ്ട, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയണ്ട, അത് നിർത്തിക്കോ എന്നൊരു മീനിങ് ആണ് ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ എന്ന ഒരു ഇഡിയത്തിനുള്ളത്. സോ ഇത്രയും മതി, അല്ലെങ്കിൽ അതിനെ പിന്നെയും പറഞ്ഞ് ഒരു പ്രശ്നമാക്കണ്ട എന്ന് കാണിക്കാനാണ് ഈ ഒരു ഇഡിയം ഉപയോഗിക്കുന്നത്. ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ, അവോയ്ഡ് സ്റ്റിറിങ് അപ്പ് ഓൾ കോൺഫ്ലിക്ട്സ്. പണ്ടുണ്ടായിരുന്ന പ്രശ്നമായിരിക്കും, അത് ചിലപ്പോൾ ഒരു രീതിയിലായിരിക്കും സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്, പക്ഷെ അത് ഇനിയും പറഞ്ഞ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്ന് കാണിക്കാനാണ് ലെറ്റ് സ്ലീപ്പിംഗ് ഡോഗ്സ് ലൈ എന്ന ഇഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അടുത്തത് നമുക്ക് നോക്കാം. ദ എലിഫന്റ് ഇൻ ദ റൂം. ദ എലിഫന്റ് ഇൻ ദ റൂം. എലിഫന്റ് ഇൻ ദ റൂം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒബ്വിയസ് ആയിട്ടൊരു പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അല്ലേ? അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്, നമ്മൾ പലരും കടന്നു പോയിട്ടുള്ളതായിരിക്കും. ചിലപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും, പക്ഷെ ആരും അതിനെപ്പറ്റി അല്ലെങ്കിൽ അത് മൈൻഡ് ആക്കുന്നില്ല, അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതിനാണ് ദ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു റൂമിൽ എലിഫന്റ് എന്ന് പറഞ്ഞാൽ അത്ര ഹ്യൂജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഹ്യൂജ് ആയിട്ടുള്ള ആനിമൽ ആണ്, അല്ലേ? സോ ഒരു റൂമിൽ ഒരു എലിഫന്റ് നിൽക്കുന്നത് നമുക്ക് ഒബ്വിയസ് ആയിട്ട് കാണാൻ പറ്റും. അതിനെ മൈൻഡ് ചെയ്തെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന മീനിങ് ആണ് ദ എലിഫന്റ് ഇൻ ദ റൂം എന്ന് പറയുന്നത്. ആൻഡ് അടുത്തത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഇഡിയമാണ് കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ്. സോ കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു കാര്യമാണ്, വളരെ എക്സ്പെൻസീവ് ആണ്. ഇതിന് 2-3 ഒറിജിൻ പറയാറുണ്ട്. ഒന്ന്, ഈ നമുക്കിപ്പോൾ അത് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ക്യാമറ എടുക്കും, അല്ലെങ്കിൽ നമുക്ക് ഫോണിൽ ഫോട്ടോസ് എടുക്കാം. പക്ഷെ പണ്ട് കാലത്ത് ഇത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് അല്ലായിരുന്നു, അല്ലേ? അപ്പം എന്ത് ചെയ്യും, ആളുകൾ ഈ ചിത്രകാരന്മാരൊക്കെ ആയിരുന്നു, അതായത് നമ്മുടെ ആളുകളുടെ ചിത്രം വരയ്ക്കുമായിരുന്നു. അപ്പോൾ കോമൺ ആയിട്ട് ആളുകളുടെ ചിത്രം വരയ്ക്കുന്നതല്ല, ഈ പാലസിലൊക്കെ ഓരോ പാലസിനും അവിടെ വരയ്ക്കാനായിട്ട് ചിത്രകാരന്മാരുണ്ട്, അല്ലെങ്കിൽ ഒരു ദേശത്ത് ഒരാൾ കാണും. അപ്പൊ ഇപ്പത്തേക്ക് പോലെ തന്നെ എല്ലാവർക്കും ഫ്ലവേഴ്സ് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നോക്കിയാലും എല്ലാവർക്കും ചിലപ്പം അത്യാവശ്യം കുറച്ചൊരു വരയ്ക്കാനായിട്ടൊരു ഇഷ്ടമൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ആനിമൽസ് അല്ലെങ്കിൽ ചെറിയ നേച്ചറൊക്കെ വരയ്ക്കാൻ പറ്റും. പക്ഷേ ഒരാളെ ലൈവായിട്ട് വരയ്ക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ടാലന്റ് ഉണ്ടായി, അത്ര പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് അതൊക്കെ പറ്റുള്ളൂ, അല്ലേ? പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ ചിത്രകാരന്മാർക്ക് ഒരു 3-4 ദിവസമൊക്കെ എടുത്തൊരു പടം വരയ്ക്കുമ്പോഴത്തേക്കും അത്ര നന്നായിട്ട് അത്ര കഴിവുള്ള ആളുകൾക്ക് മാത്രമേ ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. ചിലപ്പോൾ ഒരു ദേശത്ത് ഒരാളെ കാണുള്ളൂ, അല്ലെങ്കിൽ ഒരു ഏരിയയിൽ 2-3 സ്ഥലങ്ങൾ കൂടുന്നിടത്തായിരിക്കും ഒരാൾ കാണാം. അപ്പം അത്ര സാമർത്ഥ്യനായ അത്ര മിടുക്കനായ ഒരാളെ പറ്റി എല്ലാവർക്കും കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ആളായിരിക്കും. അപ്പോൾ ഈ പാലസിലൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകളെ വിളിക്കും, എന്നിട്ട് ഈ രാജാക്കന്മാരുടെയൊക്കെ ചിത്രം വരയ്ക്കാനായിട്ട് വിളിക്കും. അപ്പോൾ അവർക്ക് നല്ല റേറ്റ് ആണ്, കാരണം അത്ര ഡിമാൻഡുള്ള ആളാണല്ലോ. അപ്പം നല്ല റേറ്റ് ആണ് ഇവർക്ക്. അപ്പം റേറ്റ് വരുന്നതും പല രീതിയിലാണ്. അതായത് ഒരു ഷോൾഡർ വരെയൊക്കെ കണ്ടാൽ മതിയെങ്കിൽ ഒരു റേറ്റ്, അത് തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ, എന്നാലും തമ്മിൽ ഭേദം എന്ന രീതിയിൽ ഒരു റേറ്റ്. കുറച്ചുകൂടെയും ഒന്ന് കൈയൊക്കെ വരെ കാണണമെങ്കിൽ കുറച്ചുകൂടെയും റേറ്റ് ആവും. ആൻഡ് ഫുള്ളായിട്ട് കാല് വരെ ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആകും. അപ്പോൾ നിങ്ങൾ ഈ പലപ്പോഴും ഈ പാലസിലൊക്കെ പാലസൊക്കെ സന്ദർശിക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ ഓർക്കുക, അവിടെ ഇങ്ങനെ പലരുടെയും പല രാജാക്കന്മാരുടെയും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഫുൾ സൈസിൽ ഒരു ചിത്രം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക അവർ എക്സ്ട്രീംലി റിച്ച് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിന് നല്ല പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റേറ്റ് ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഷോൾഡർ വരെയാണെങ്കിൽ ഒരു റേറ്റ്, കൈ മാത്രം കണ്ട ഒരു റേറ്റ്, കാല് വരെ കാണണമെങ്കിൽ അടുത്ത റേറ്റ്. സോ കോസ്റ്റ് ആൻഡ് ആം ആൻഡ് എ ലെഗ്, അതായത് അത്ര എക്സ്പെൻസീവ് ആയിരുന്നു. അങ്ങനെ ആളുകൾ എന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടൊരു കാര്യത്തിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഒരു കൈയുടെയും ഒരു കാലിൻ്റെയും അത്രയും വന്നു എന്നൊക്കെ പറയാം. അതായത് ആ ചിത്രത്തിനെ സൂചിപ്പിക്കാനായിട്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടേമാണ്. ഓക്കെ,
ആൻഡ് അടുത്തത് ബേണിംഗ് ബ്രിഡ്ജസ്. ബേണിംഗ് ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ബേണിംഗ് ബ്രിഡ്ജസ്? അതായത് ഏതെങ്കിലും റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗഹൃദമാകാം, എന്തെങ്കിലും ഒരു റിലേഷൻ ആകാം, ഇത് പെർമനന്റ് ആയിട്ട് വേണ്ട എന്ന് വെക്കുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നു. ബേണിംഗ് ബ്രിഡ്ജസ്. ആൻഡ് ഇതിന്റെ ഒറിജിനും ഈ പണ്ടൊക്കെ ഈ എന്തെങ്കിലും വാറൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് കൺട്രീസ് തമ്മിലുള്ള ഇഷ്യൂ ഒക്കെ വരുമ്പോഴത്തേക്കും ഈ സോൾജേഴ്സ് ഒരിടത്തുനിന്ന് അടുത്തടുത്തേക്ക് മൂവ് ചെയ്യുമല്ലോ. ആ ഒരു സമയത്ത് ഇവർക്ക് നോർമലായിട്ടുള്ള വഴി കൂടെ ആയിരിക്കില്ല ഇവർ പോകുന്നത്. ഇവർ ചിലപ്പോൾ ഏതെങ്കിലും ഇടവഴിയിലൂടെയൊക്കെ ആയിരിക്കും ഇവർ പാസ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ വലിയ ഒരു കൊക്ക പോലെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വലിയ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ പോകണമെങ്കിൽ ഇവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ള ബ്രിഡ്ജസ് നിർമ്മിക്കും. സോ ദാറ്റ് അവർ ചിലപ്പോൾ 4-5 ദിവസം എടുത്തിട്ടായിരിക്കും ഇത് ആക്കുന്നത്. ആ ഒരു സ്ഥലത്ത് നിന്ന് ഇവർക്ക് ഇങ്ങനെ പോയി ആ ബ്രിഡ്ജിൽ കൂടെ പാസ് ചെയ്ത് അപ്പുറത്ത് എത്താൻ പറ്റും. ആൻഡ് എത്തിക്കഴിഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്യും? അപ്പം ബ്രിഡ്ജ് പണിതു, അപ്പം ഇപ്പുറത്തെ ആ രണ്ട് സൈഡിൽ തമ്മിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ് അല്ലേ. ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്യും? ആ ബ്രിഡ്ജിന് കത്തിച്ചു കളയും. കത്തിച്ചു കളഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? ഇവർ 4-5 ദിവസം കൊണ്ട് പണിതത് ഇവരുടെ ബാക്കിൽ എനിമീസ് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് അവർക്കങ്ങ് പോകാൻ പറ്റും. അത് ഇത്രയും പിന്നിലായിരുന്നത് പെട്ടെന്ന് ഇവര് മുന്നിലെത്തും അല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു പെട്ടെന്ന് എത്താതിരിക്കാനായിട്ട് ആ കണക്ട് ചെയ്ത് ആ ഒരു റിലേഷൻ ഇവരങ്ങ് അല്ലെങ്കിൽ അത് കത്തിച്ചു കളയുന്നു. സോ അതെന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്ത് വിടുന്നു പെർമനന്റ് ആയിട്ട്. അങ്ങനെയാണ് ബേണിംഗ് ബ്രിഡ്ജസ് എന്നൊരു ഇഡിയം വന്നതെന്ന് പറയപ്പെടുന്നു. അതിന് അടുത്തത് പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്കിനാണ് നമ്മൾ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. പീസ് ഓഫ് കേക്ക് അതായത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത്. അതായത് പണ്ടൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ലെമൺ ആൻഡ് സ്പൂൺ ഗെയിമൊക്കെ ഇല്ലേ, അതുപോലെ ഉണ്ടായിരുന്ന ഒരു ഗെയിമൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അതായത് നമുക്കൊരു കേക്ക് പിടിച്ച്, ഒരു പീസ് കേക്കും പിടിച്ച് ഇങ്ങനെ നേരെ നടന്നു പോയി കഴിഞ്ഞാൽ ആ ഗെയിം വിൻ ചെയ്യാൻ പറ്റും. സോ അത് വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കാര്യമൊക്കെ നടക്കുമ്പോൾ അവർ ചോദിക്കും എങ്ങനെ എളുപ്പമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദാറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. യെസ്, ത്രോ അണ്ടർ ദ ബസ്. ത്രോ അണ്ടർ ദ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിട്രേ സമൺ ടു സേവ് യുവർ സെൽഫ്. അതായത് ചതിക്കുക, അതായത് മറ്റൊരാളെ, നമ്മളെ തന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ചീറ്റ് ചെയ്യുന്നു. ചിലപ്പം ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അത് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല, പക്ഷെ എന്നാലും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരണം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളത് മറ്റൊരാളുടെ തലയിൽ വെക്കുന്നു. ഞാനല്ല, ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യുന്നത്, നമ്മളത് മറ്റൊരാളുടെ തലയിൽ വെക്കുന്നു. അതിനാണ് ത്രൂ അണ്ടർ ദ ബസ് എന്ന് പറയുന്നത്. നമ്മളെ തന്നെ സേവ് ചെയ്യാൻ മറ്റൊരാളെ ബലിയാടാക്കുന്നു. അടുത്തത് ക്ലോസ് ബട്ട് നോ സിഗർ. ക്ലോസ് ബട്ട് നോ സിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ് ബട്ട് നോ സിഗർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് മീൻസ് നമ്മൾ സക്സസിനോട് അടുത്തെത്തി, പക്ഷെ സക്സസ്ഫുൾ ആയില്ല. അടുത്തെത്തി, സക്സസിനോട് അടുത്തെത്തി. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പറയും ആ കുട്ടി എക്സാംസ് ഒക്കെ പാസ്സായി പക്ഷെ ഇന്റർവ്യൂവിൽ പോയി. അങ്ങനെ സക്സസിനോട് അടുത്തെത്തി പക്ഷേ പാസ്സായില്ല അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയില്ല. ആൻഡ് ഇതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ പണ്ട് അമേരിക്കൻ കൺട്രീസിലൊക്കെ കാർണിവൽസ് ഒക്കെ നടക്കുമായിരുന്നു. ആൻഡ് ഈ കാർണിവലിന് ഗിഫ്റ്റ് ആയിട്ട് പ്രൈസ് ആയിട്ട് ഗെയിംസ് ഒക്കെ നടത്തുമ്പോൾ പ്രൈസ് ആയിട്ട് കൊടുത്തിരുന്നത് ലക്ഷറീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റിയിലുള്ള സിഗരറ്റ്സ് ആയിരുന്നു. ആൻഡ് ഇങ്ങനെ സിഗരറ്റ്സ് ഒക്കെ ഇവർ പ്രൈസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ അന്ന് പലർക്കും അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവര് ഈ മത്സരത്തിന് അത് കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഈ മത്സരത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഒരുപാട് പേര് അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആൻഡ് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പല റൗണ്ട്സ് ആയിട്ടായിരിക്കും നടത്തുക. കുറേ പേരെ മാറ്റി സോർട്ട് ചെയ്ത് ലാസ്റ്റത്തെ മത്സരം ഭയങ്കര ഇതായിരിക്കും. കാരണം ഒത്തിരി ആളുകളൊക്കെ കാണാനായിട്ട് വരും. ഭയങ്കര സൂപ്പറായിട്ട് നടത്തുന്ന ഒരു മത്സരമായിരിക്കും ലാസ്റ്റ് ഉള്ളത്. ആ ലാസ്റ്റ് ദിവസം 2 പേര് തമ്മിൽ മത്സരിക്കും. ഒരാൾക്കായിരിക്കും പ്രൈസ് കിട്ടുന്നത്. ആൻഡ് അത് കാണാൻ ഒരുപാട് ആളുകൾ വരും. ആൻഡ് ഈ ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, ഷോയുടെ കറക്റ്റ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്ന ആളുണ്ട്, ഷോ കമാൻഡർ ഉണ്ട്. അപ്പൊ ഈ കമന്റ് ചെയ്യുന്ന ആള്, ഈ കമന്റർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയും. ആൻഡ് ഇങ്ങനെ ഒരു ഗെയിം നടക്കുന്ന സമയത്ത്, ഫൈനൽസ് നടക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു ഇന്നൊരു പെർട്ടിക്കുലർ വ്യക്തിയാണ് ജയിക്കുന്നതെന്ന് വെച്ചു. പക്ഷെ അയാൾ തോറ്റുപോയി, അയാൾ ജയിച്ചില്ല. അപ്പൊ അത് കണ്ട് ഈ ഷോ ഹോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കമാൻഡർ പറഞ്ഞതാണ്, ഹി വാസ് സോ ക്ലോസ് ബട്ട് നോ സിഗർ. ക്ലോസ് ആയിരുന്നു, ഇപ്പൊ ജയിക്കേണ്ട ആളായിരുന്നു, പക്ഷെ സിഗരറ്റ് ഇല്ല. വിച്ച് മീൻസ് എന്താണ്? അയാൾ തോറ്റു. ആൻഡ് അങ്ങനെ സോ ക്ലോസ് ബട്ട് നോ സിഗർ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് പിന്നീട് അത് ആ ഒരു ഫ്രേസ് പലപ്പോഴും ബാക്കി പിന്നീട് വന്ന ഷോ ഹോസ്റ്റുകളൊക്കെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് ഫേമസ് ആയി, ക്ലോസ് ബട്ട് നോ സിഗർ എന്ന് പറയുന്ന ഒരു ഇഡിയം. സോ ദാറ്റ് മീൻസ് സക്സസിനോട് അടുത്തെത്തി പക്ഷെ സക്സസ്ഫുൾ ആയില്ല. ഓക്കെ, ആൻഡ് അടുത്തത്
41st one. ഡെവിൾസ് അഡ്വക്കേറ്റ്. ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നമ്മൾ സംസാരിക്കുന്നു. അതൊരു ഡിസ്കഷൻ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കാം, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു. ആൻഡ് ഇതിന് പിന്നിലെ കഥ എന്ന് പറഞ്ഞാൽ ഡെവിൾസ് അഡ്വക്കേറ്റ്, ഇതിന് പിന്നിലൊരു കഥയുണ്ട്. അതായത് നമ്മൾ നോക്കുകയാണ്, ഇപ്പം ഡെവിൾസ് അഡ്വക്കേറ്റ് നമ്മൾ പറയാനുള്ളൂ. സോ ഇതിന്റെ പിന്നിൽ ബേസിക് ആയിട്ടൊരു സിമ്പിൾ ആയിട്ടൊരു കഥയുണ്ട്. അതായത് കഥ ഇത്രയേ ഉള്ളൂ. ഈ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ അവിടെ സെയിന്റ് ആക്കുമല്ലോ, സെയിൻസ് ഉണ്ടല്ലോ. അപ്പോൾ വെറുതെ ഒരാളെ എടുത്ത് സെയിന്റ് ആക്കില്ല, അതിന് ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോരോ പദവിയായിട്ടാണ് വരിക. ചിലപ്പോൾ ബ്ലെസ്ഡ് ആയിരിക്കും, അങ്ങനെ ഓരോരോ പദവിയായിട്ടാണ് വരിക. ആൻഡ് ഏറ്റവും ഒരു മോസ്റ്റ് ഇതായിട്ട് കൊടുക്കുന്നതാണ് സെയിന്റ് ആക്കാന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന് ഈ ആൾക്കാര് എല്ലാ നന്മകളും, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ടീമിൽ നിന്നിട്ട് എല്ലാ പോസിറ്റീവ് വശങ്ങളും ഒക്കെ ആക്കും, അല്ലെങ്കിൽ എന്താണ് അത്ഭുതങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ട് അതൊക്കെ പറയും, അതൊക്കെ അവിടെ പറയും. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ നമുക്ക് വെറുതെ ഒരാളെ വിശുദ്ധനാക്കാൻ പറ്റില്ല, ഇയാളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറെ ആളുകളെയൊക്കെ വെക്കും, ആൻഡ് ഒരാളെ പ്രത്യേകിച്ച് ചുമതലപ്പെടുത്തും. അതിന് ഡെവിൾസ് അഡ്വക്കേറ്റ് എന്നാണ് പറയാം. അപ്പൊ എല്ലാവരും ഈ ഒരു സെയിന്റ് ആക്കാൻ പോകുന്ന ആളുടെ പോസിറ്റീവ് കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ എന്തെങ്കിലും മൈന്യൂട്ടായിട്ട് ഈ ആളുടെ ലൈഫിൽ എന്തെങ്കിലും മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഡെവിൾസ് അഡ്വക്കേറ്റ് പഠിച്ച് വിലയിരുത്തി അതിവിടെ അവതരിപ്പിക്കണം. അതായത് ഇദ്ദേഹത്തിന്റെ ലൈഫ് ഈ ഡെവിൾസ് അഡ്വക്കേറ്റ്, ഈ ഒരു ആള് ഒരു അഡ്വക്കേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു അഡ്വക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ആ പറയുന്ന വിശുദ്ധയുടെ അല്ലെങ്കിൽ വിശുദ്ധാക്കാൻ പോകുന്ന ആളുടെ ആ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. ആരെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റും, കാരണം അപ്പോൾ ഉണ്ടായിരുന്ന ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അല്ലേ. സോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും തിന്മകൾ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് എന്നിട്ട് എല്ലാവരും പോസിറ്റീവ് പറയുമ്പോൾ ഇദ്ദേഹം അതിന് ഒപ്പോസ് ചെയ്യും. ഇങ്ങനെ കാര്യങ്ങളുണ്ട്. ചിലർ പറയും ഇത്ര നല്ല ആളായിരുന്നു, അപ്പോൾ മറ്റേ ഇയാൾ പറയും അല്ല, ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന പോയിന്റ് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും നല്ലത് പറയുമ്പോൾ ഇദ്ദേഹം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അതിനാണ് ഡെവിൾസ് അഡ്വക്കേറ്റ്. അങ്ങനെ ഒരു ഇതാണ്, അതിൽ നിന്നാണ് ഡെവിൾസ് അഡ്വക്കേറ്റ് എന്നൊരു ഇഡിയം വന്നതെന്ന് പറയുന്നു. ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ. ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്നു, അതിനാണ് ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് പിന്നിലും ഒരു കഥയുണ്ട് കേട്ടോ. ഫ്ലൈ ഓഫ് ദ ഹാൻഡിലിന് പിന്നിലും ഒരു കഥയുണ്ട്. കഥ ഇത്രയേ ഉള്ളൂ. അതായത് ഈ ആക്സ് ഉണ്ടല്ലോ, അതിന്റെ ഹെഡ് ലൂസ് ആണെങ്കിൽ നമ്മൾ ഒന്ന് ആക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് അങ്ങ് പോകും. അതിൽ നിന്നാണ് ഈ ലൂസ് ടെമ്പർ സഡൻലി അല്ലെങ്കിൽ ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു ഇടിയും വന്നതെന്ന് പറഞ്ഞു. ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും, പെട്ടെന്ന് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. അതിനാണ് നമ്മൾ ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറയുന്ന ഒരു ഇടിയം ഉപയോഗിക്കുന്നത്. ആൻഡ് അടുത്തത് ഗെറ്റ് യുവർ ഡക്സ് ഇൻ എ റോ. ഗെറ്റ് യുവർ ഡക്സ് ഇൻ എ റോ, അതായത് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുക. ഇതിന്റെ പിന്നിലെ കഥ എന്താണെന്ന് അറിയാം. ഇതിന്റെ പിന്നിൽ അതായത് ഇപ്പോൾ ഒക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഓണത്തിനൊക്കെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഗ്ലാസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. പ്രോപ്പറായിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ടൊരു പിരമിഡ് പോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കില്ലേ, അതിന്റെ വേറൊരു ഫോമാണ് ഈ ഡക്സിനെ അറേഞ്ച് ചെയ്യുക. അതായത് പ്ലാസ്റ്റിക് ഡക്സ് ഉണ്ട്, അതിനിങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു റോയിലാക്കുന്നു, അതിന്റെ മുകളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, അങ്ങനെ അതൊരു ഗെയിം ആയിരുന്നു. അപ്പോ ഈ ഗെറ്റ് യുവർ ഡക്സ് ഇൻ എ റോ, അതായത് ആ ഒരു റോ കംപ്ലീറ്റ് ആവുന്നു, മുകളിൽ വെക്കുന്നു, അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഓർഡർ അറേഞ്ച് ചെയ്യും. അപ്പൊ അതിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യുക എന്നൊരു ഇഡിയം വന്നതെന്ന് പറയപ്പെടുന്നു. ഓക്കെ. ആൻഡ് കീപ് അറ്റ് ബേ എന്ന് വെച്ചാല് യെസ്, ഹോൾഡ് ഓഫ് എ ത്രെറ്റ്. മെഡിസിൻ കീപ്സ് എ ഇൻഫെക്ഷൻ അറ്റ് ബേ എന്ന് വെച്ചാല് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അത് അതിന്റെ ഒരു കാഠിന്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ നിർത്തുക, അല്ലെങ്കിൽ പോസ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഇപ്പോൾ ഒരു നമ്മൾ പറയും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് ആക്റ്റീവായിട്ട് എന്തെങ്കിലും വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുകയും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ നമുക്കൊരു പരിധി വരെ അസുഖങ്ങളൊന്നും വരാതെ നോക്കാൻ പറ്റും. അതിനാണ് നമ്മൾ കീപ് അറ്റ് ബേ എന്ന് പറയുന്നത്. ആൻഡ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ റെയർ ആയിട്ട് ബ്ലൂ മൂൺ എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബ്ലൂ മൂൺ എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് നമുക്ക് ഫുൾ മൂൺ മാസത്തിൽ എത്ര തവണ വരും, ഒറ്റ പ്രാവശ്യമുള്ളൂ അല്ലെ. ആൻഡ് വളരെ റെയർ ആയിട്ട് ചില മാസങ്ങളിൽ, വളരെ റെയർ 3, 4, 5 വർഷങ്ങൾ കൂടുമ്പോഴൊക്കെ ആട്ടോ, ചില മാസങ്ങളിൽ 2 വട്ടം ഫുൾ മൂൺ കാണാൻ പറ്റും, വളരെ റെയർ ആയിട്ട്. ഓക്കെ. ആൻഡ് അതിനാണ് ബ്ലൂ മൂൺ എന്ന് പറയുന്നത് രണ്ടാമത് വരുന്നത്.
അത് 2 വർഷം കൂടുമ്പോഴായിരിക്കാം, 3 വർഷം കൂടുമ്പോഴായിരിക്കാം, അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് ഇത്ര വർഷം കൂടുമ്പോൾ എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് വരും. ആൻഡ് അത് വളരെ റെയർ ആയിട്ട് വരുന്നു. അങ്ങനെയാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. വളരെ റെയർ ആയിട്ട് വരുന്നു. റബ് ദ റോങ് വേ. റബ് ദ റോങ് വേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അനോയ് ചെയ്യുന്നു, ഇറിറ്റേറ്റ് ചെയ്യുന്നു, അതിനാണ് റബ് ദ റോങ് വേ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇഡിയത്തിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആയിട്ടല്ല, ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പെറ്റ്സ് ഒക്കെ ഉണ്ട്, പെറ്റ്സിനോടൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ പൂച്ചേനെയും പട്ടീനെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തലോടും അല്ലേ. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണെങ്കിൽ അവർക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. ചില ആനിമൽസിന് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാകുമ്പോൾ ഇറിറ്റേറ്റഡ് ആകും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കളിപ്പിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കടിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചെയ്ത് കഴിയുമ്പോൾ റബ്ബ് ചെയ്യുമ്പോൾ ഇറിറ്റേറ്റഡ് ആവുകയും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കാണിക്കുകയും ചിലപ്പോൾ നമ്മളെ കടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതിനാണ് റബ് ദ റോങ് വേ എന്ന് പറയുന്നത്. ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആവുക. അടുത്തത് ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. ടേക്ക് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? Take his advice with a grain of salt. He is not an expert. Take with a grain of salt. That means skeptical ആയിരിക്കാം. Okay. അടുത്ത through thick and thin. Through thick and thin. Through thick and thin. What do you mean by through thick and thin? Loyal in all situations. എല്ലാ സിറ്റുവേഷനും വളരെ ലോയൽ ആയിട്ട് നിൽക്കുക. വളരെ ലോയൽ ആയിട്ട് നിൽക്കുക. അതിനാണ് ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന് പറയുന്നത്. വളരെ ലോയൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല സിറ്റുവേഷൻ, നല്ല സാമ്പത്തികമുള്ള സമയമായിരിക്കും, അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയത്ത് അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മൾ പറയും ചില ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ലൈഫിൽ കിട്ടിയാൽ നമ്മുടെ ലൈഫ് തന്നെ സൂപ്പർ ആയിരിക്കും അല്ലേ. അതായത് നമ്മുടെ ഒരു പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് വരുന്ന ആളുകളായിരിക്കില്ല ഇവർ. അതായത് നമ്മുടെ കൂടെ നിൽക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം വരുന്ന ആൾക്കാർ നമുക്ക് ചിലപ്പം നമ്മുടെ കൂടെ കാണാറുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, പൈസ ഇല്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ കാണും, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമില്ലാത്ത സമയത്ത് നമ്മുടെ കൂടെ കാണും, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റും. ആ ഒരു സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപാട് നിൽക്കുന്നു. അതിനാണ് നമ്മൾ ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന് പറയുന്ന ഒരു ഇഡിയം പറയുന്നത്. ആൻഡ് ഇതിന്റെ ഒറിജിൻ എന്ന് വെച്ചാൽ ഈ പണ്ട് കാലത്ത് ആളുകൾ ഈ ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ, ഫോറസ്റ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ചിലപ്പം കുറച്ച് വിശാലം ഈ ട്രീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വളരെ തിന്നായിട്ടുള്ളൊരു സ്പേസ് ആയിരിക്കും പോകാനായിട്ടുള്ളത്. അത് മാറിക്കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു കുറച്ചുകൂടി വിശാലമായ സ്ഥലം കാണും. അതിൽ നിന്നൊക്കെയാണ് ഈ ത്രൂ തിക്ക് ആൻഡ് തിൻ എന്ന് പറയുന്ന ഒരു ഇഡിയം വന്നതെന്ന് പറയപ്പെടുന്നു. യു കാൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. ഇത് വളരെ ഫേമസ് ആയിട്ടൊരു ഫ്രേസ് ആണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഒരാളുടെ പുറമേ ഉള്ള അല്ലെങ്കിൽ അവരുടെ ഒരു അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ചിലരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവര് കൊള്ളാം, ഇവര് നല്ല ആളാണ്, പക്ഷെ അവരുടെ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു കോളേജിലൊക്കെ ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ചേരുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ വിചാരിക്കും അവന് കുറച്ച് ജാടയാണ്, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ജാടയാണ്, അവരോട് ബിട്ടുണ്ടാന്ന് വിചാരിക്കും. പക്ഷെ അദ്ദേഹം അവരായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ കൂട്ടുകാർ അല്ലേ. അപ്പം നമുക്കൊരു കാര്യത്തിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ആളുകളെ അല്ലെങ്കിൽ ആൾക്കാരെയോ കാര്യങ്ങളെയൊക്കെ നമുക്ക് അവരുടെ അപ്പിയറൻസ് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിന് പറയുന്നത്. ആൻഡ് ദ ഹോൾ ഷെബാങ് എന്ന് വെച്ചാൽ എല്ലാം, മൊത്തം എല്ലാം ഉണ്ട് അതിനകത്ത്. എവറിത്തിങ് ഇൻക്ലൂഡഡ്. അതിനകത്ത് എല്ലാം ഉണ്ട്. ഓക്കെ, യെസ്, എല്ലാം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാം ഉണ്ട് എന്ന മീനിങ് ആണ് വരുന്നത്. ആൻഡ് നമ്മളിപ്പോൾ 50 ഇഡിയംസ് ആണ് നോക്കിയത്. 50 എണ്ണം കൊണ്ട് തീരുന്നില്ല, 50 എണ്ണം ഒന്നും ആയിട്ടില്ല. ഞാനിപ്പോൾ കുറച്ച് ഇഡിയംസ് നിങ്ങൾക്ക് സാമ്പിൾ ആയിട്ട് തന്നതാണ്. അപ്പൊ ഈ ഒരു പാറ്റേൺ പഠിക്കാനാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പഠിക്കാനാണ് ഞാൻ പറയാം. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടിയും എളുപ്പമായിരിക്കും. കാരണം നമ്മൾ ഇതിന്റെ ഒറിജിനാണ് നോക്കിയത്. എങ്ങനെ ഇത് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടിയും ഈസി ആക്കാം, നമുക്ക് എക്സാംസിനൊക്കെ എങ്ങനെ ഓർത്തിരിക്കാം. പ്രത്യേകിച്ച് ഈ സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അത് ഈസി ആക്കി കൊണ്ടുവരാൻ പറ്റുമല്ലേ. അപ്പോൾ ആ ഒരു പാറ്റേൺ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആൻഡ് ഇത് നമുക്ക് അത്യാവശ്യം എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ഇഡിയംസ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ച് നിങ്ങൾ നിർത്തരുത്, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. യെസ്, അപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ നിങ്ങൾ ചോദിച്ചാൽ മതി. ആൻഡ് അതോടൊപ്പം തന്നെ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടൂരാണ് ക്ലാസ്. RRB SSC ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഫോം ഫിൽ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ബൈ.